നീരത കോമള സാഗരമേ നിരുപമ സംഗീത സാരസ്യമേ നീരത കോമള സാഗരമേ നിരുപമ സംഗീത സാരസ്യമേ നിത്യവസന്തമേ ഗുരുവായൂർ വാഴുന്ന സത്യസൗന്ദര്യമേ മിഴി തുറക്കൂ നിത്യവസന്തമേ ഗുരുവായൂർ വാഴുന്ന സത്യസൗന്ദര്യമേ മിഴി തുറക്കൂ നീരത കോമള സാഗരമേ നിരുപമ സംഗീത സാരസ്യമേ നീരത കോമള സാഗരമേ പണ്ടനന്ദൻ കാട്ടി കണ്ണിമാങ്ങ കൊണ്ടു പ്രീതിയാർമ കൊണ്ടൽ വർണ്ണ എൻ പ്രമാദം പൊറുക്കണമേ ദ്വാരകയിൽ തളിരിട്ട പ്രേമസാരമേ നിന്റെ രാഗസുധയ്ക്കെന്നുമെന്നും എൻ പ്രണാമം രാഗസുധയ്ക്കെന്നുമെന്നും എൻ പ്രണാമം നീരത കോമള സാഗരമേ നിരുപമ സംഗീത സാരസ്യമേ നിത്യവസന്തമേ ഗുരുവായൂർ വാഴുന്ന സത്യസൗന്ദര്യമേ മിഴി തുറക്കൂ നീരത കോമള സാഗരമേ മതി മോളെ, ഇനി വൈകിട്ട്. അത് പറ്റില്ല. 50 റൗണ്ട് ചുറ്റിപ്പിക്കാനല്ലേ ചിറ്റപ്പൻ പറഞ്ഞത്? ശരി, ചുറ്റിക്കാം. പക്ഷെ ഓരോ റൗണ്ടിനും ഓരോ ഉമ്മ വീതം തരണം. സമ്മതിച്ചോ? ആ, എന്നാ തന്നോ. രജിസ്റ്റേർഡ്. പാൽപ്പായസമാണ്. രാവിലെ പാൽപ്പായസമോ? അതെ. ഇന്ന് ഏത് ദിവസമാണെന്ന് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതിരിക്കുമോ? ഇന്ന് പുതിയ കേസിന്റെ വിചാരണ ആരംഭിക്കുന്ന ദിവസമല്ലേ? ഈ സുധേട്ടൻ എപ്പോ നോക്കിയാലും കേസിന്റെയും വിചാരണന്റെയും കാര്യമുള്ളൂ. ഇത് കോടതിയല്ല, വീടാണ്. ഇന്ന് നമ്മുടെ വിവാഹം നടന്ന ദിവസമാണ്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. വിവാഹം നടന്ന ദിവസമല്ലേ മറന്നുള്ളൂ. കൂട്ടത്തിൽ എന്നെ മറക്കാത്തത് നന്നായി പോയി. ചിറ്റപ്പന് പൈലറ്റ് ആവാൻ സെലക്ഷൻ കിട്ടി. സെന്റർ ബാംഗ്ലൂരിലാ. എവിടെ ആയാലും വേണ്ടില്ല, നിനക്ക് സെലക്ഷൻ കിട്ടിയത് നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. എല്ലാം ഞാൻ ഗുരുവായൂരപ്പന് തുലാഭാരം നേർന്നതിന്റെ ഫലമാ. ഓ, സമ്മതിച്ചേ. പക്ഷേ ആദ്യം നന്ദി പറയേണ്ടത് ഡിവൈഎസ്പി മോഹൻദാസിനോടാണ്. അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ ചാൻസിൽ പെട്ടെന്ന് കിട്ടിയത്. ഹലോ, യെസ് മോഹൻദാസ്. സുധാകരനോ? അതേടാ മോനെ, ആദ്യമായിട്ട് നിനക്ക് 1000 താങ്ക്സ്. രാജീവിന് സെലക്ഷൻ കിട്ടി, അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് നിനക്കാണ്. പൊന്നളിയ, രാജീവിന് സെലക്ഷൻ കിട്ടിയത് അവൻ അർഹതയുള്ളത് കൊണ്ടാ. പിന്നെ അർഹതയുള്ളവരെ പുറന്തള്ളിയിട്ട് അടുക്കള വഴി അപ്പോയിന്റ്മെന്റ് നടക്കാതിരിക്കാൻ ഞാൻ ആദ്യം നോക്കി ശ്രമിച്ചു. അതിനെന്നെ സഹായിച്ചത് നമ്മുടെ തമ്പി അദ്ദേഹം. വിനോദിന്റെ അച്ഛനോ? അതെ, അദ്ദേഹം മിനിസ്റ്റർ ലെവലിൽ ഇടപെട്ടുകൊണ്ടാണ് അഴിമതി നടക്കാതിരുന്നത്. രാജീവിന്റെ കാര്യത്തിൽ സർവ്വ ക്രെഡിറ്റും തമ്പി അദ്ദേഹത്തിനാണ്.
വണ്ടർഫുൾ വണ്ടർഫുൾ. താങ്ക് യു. ഡോക്ടർക്ക് ഞാനൊരു ചാൻസ് കൂടെ തരാം, ഒന്നുകൂടെ ട്രൈ ചെയ്യൂ. അയ്യോ വേണ്ട സാർ, ഈ കളി എനിക്ക് പറ്റിയതല്ല. തമ്പി സാറ് കളിച്ചോ, ഞാൻ പോവാ. ഡോക്ടർ എവിടെ പോകുന്നു? എംബസി കോർണർ വരെ. അവിടെ എന്റെ ട്രീറ്റ്മെന്റിൽ കഴിയുന്ന രോഗിയുണ്ട്, അല്പം സീരിയസ് സാർ. ഞാൻ ഇവിടെ കുഴിപ്പന്ത് കളിച്ചോണ്ട് നിന്നാൽ അയാള് ചിലപ്പോ കുഴിപ്പൂ. പോലീസുകാരൊക്കെ അവിടെ പോയി എനിക്കറിയാവോ? ഡേഞ്ചർ ഫോട്ടോ. ഓക്കെ, സ്മൈൽ. നീ പോടാ പുല്ല്. ആ പുല്ല് നിന്റെ തന്ത എവിടെ നിറങ്ങി വരുന്നതായി കുരിശൊക്കെ. ഒരു ഫോട്ടോ, ഒരു ഫോട്ടോ പ്ലീസ്. ഒരു മിനിറ്റ്. ആ റെഡി. സ്മൈൽ. നിക്കാൻ പറ്റിയല്ല. ഒരു ഫോട്ടോ, ഒരു സ്നാപ്പ്. അതേ പറഞ്ഞു. എന്തിനാ അയാളെ വെറുതെ ഓട്ടിക്കുന്നത്? സാർ, മിലിറ്ററി ക്യാമ്പിനകത്ത് ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ശരിയാണോ സാറേ? ഞാൻ ഒരു ഡേഞ്ചർ ഫോട്ടോഗ്രാഫറാണ്. മൈ നെയിം ഈസ് തങ്കപ്പൻ. നോ നോ നോ, ഡേഞ്ചർ തങ്കപ്പൻ. എടുക്കാൻ പാടില്ലാത്ത ഫോട്ടോ എടുക്കലാണ് എന്റെ സ്പെഷ്യാലിറ്റി. യു അണ്ടർസ്റ്റാൻഡ്? എന്ന് വെച്ചാൽ തനിക്ക് പറ്റാണെന്നോ? സാരമില്ല. വെടിവെപ്പ്, ലാത്തി ചാർജ്, അടിപിടി, ബലാത്സംഗമം, ബലാത്സംഗം, മോഷണം, കള്ളക്കടത്ത്, ഇന്ന് വേണ്ട ഏതെല്ലാം ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടോ അവിടെ എല്ലാം കയറി ഞാൻ ഫോട്ടോ എടുക്കും. വേണ്ട, നീ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഫോട്ടോ എടുത്താൽ മതി. ശരിയാ, അവിടെ ഈ പറഞ്ഞതെല്ലാം ഉണ്ടല്ലോ. ഇയാൾ എന്നെ ഫോട്ടോ എടുപ്പിക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന എന്നെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാനല്ല, എന്റെ കിഡ്നി എടുക്കാനാ. ആർ യു അണ്ടർസ്റ്റാൻഡ്? നടക്കാം, സ്റ്റേഷനിലേക്ക് നടക്കാം. പക്ഷേ അതിനു മുമ്പ് ഒരു സ്നാപ്പ്. കാര്യം എന്താ പ്രശ്നം? എനിക്കിപ്പോ സൗകര്യമില്ല. യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഓക്കെ, എടോ ഇനിയിപ്പോ സൗകര്യമില്ല. എടോ താൻ എന്നെ എന്തോ ഈ സാർ എന്താ വഴിയായി നിൽക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. എന്താ ഇവിടെ ബഹളം? സാറേ, നിരോധന മേഖലയിൽ കയറി ഫോട്ടോ എടുത്തു സാർ. ഒരു അബദ്ധം പറ്റിപ്പോയതാണ് സാറേ, ക്ഷമിക്കുക. ഇയാളുടെ പേര് തങ്കപ്പൻ എന്നല്ലേ? അതെ, ഡേഞ്ചർ തങ്കപ്പൻ. ഇയാളൊരു അപൂർവ ഫോട്ടോഗ്രാഫറാ. നിങ്ങൾ സല്യൂട്ട് സാർ, സല്യൂട്ട്. മോഹൻ ഇയാളെ പരിചയമുണ്ടോ? ഉണ്ട്. മുമ്പൊരിക്കൽ പിടികിട്ടാതിരുന്ന ഒരു കേസ് തെളിയിക്കാൻ ഇയാളുടെ ഫോട്ടോ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആ ഫോട്ടോയ്ക്ക് പത്രക്കാരെ സമ്മാനം കിട്ടി സാർ. ഇപ്പൊ ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിലേ SIയുടെ കയ്യിൽ നിന്ന് സമ്മാനം കിട്ടിയെന്നെ. അപ്പൊ ഞാൻ പോട്ടെ സാർ. ആ, ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എടുത്തോളൂ. യെസ്, റെഡി. എക്സ്ക്യൂസ് മീ, ഫിലിം തീർന്നു. പിന്നെന്താ രണ്ടുപേരും കൂടെ ഈ വഴിക്ക്? ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. ബ്രദറിന് സെലക്ഷൻ കിട്ടിയല്ലേ? അതെ, നേരിട്ട് കണ്ട് നന്ദി പറയാനാ ഞങ്ങൾ വന്നത്. അതിന്റെ ആവശ്യമൊന്നുമില്ല ഡോക്ടർ. എന്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് മോഹന്റെ സിസ്റ്ററെയാണ്. അത് ശരി. ഡോക്ടർ ഐസക് ജോൺ. ഹലോ. മിസ്റ്റർ സുധാകരൻ ഇവിടുത്തെ ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ്. ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടാണ് ചങ്ങമ്പുഴ രമണിനെയും മദനെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ മോഹൻ സാർ അമ്മാവനാകാൻ പോകുന്ന കാര്യം അറിഞ്ഞില്ലേ? ഇല്ല. ഞാൻ മോഹന് ഫോൺ ചെയ്യാനിരിക്കുകയായിരുന്നു. ഷീസ് കാരിങ്. കുട്ടിയാണോ പെണ്ണോ? എനിക്കറിയില്ല. എന്നാ ഞാൻ നോക്കി പറയാം. ഒന്നും ചുമ്മാ ഇരിക്കും വിനുവേട്ടാ. നമുക്കിന്ന് ക്ലബ്ബിൽ പോവാം. അയ്യോ, ഞാനിനി ക്ലബിലേക്കൊന്നുമില്ല, നാണക്കേടാ. വെറും കുഗ്രാമത്തിൽ ജനിച്ച പെണ്ണിനെ പോലെ സംസാരിക്കാതെ രേണു. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയർമാന്റെ ഭാര്യയെ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നു. എന്തായാലും ഞാൻ വരില്ല. നീ വരില്ലേ? എന്നാ ഇന്ന് നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ. ഞാനിപ്പോ അമ്മാവനോട് പറയും. ഞാൻ എല്ലാം കേട്ടു. നീ പോണ്ട മോളെ. അച്ഛാ, കുടുംബപരമായ ചടങ്ങുകൾ ക്ലബിൽ വെച്ചല്ല നടത്തേണ്ടത്. രേണുയ്ക്ക് മധുരം കൊടുക്കാൻ നാളെ സുധാകരനും കുടുംബവും ഇവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏത് ക്ലബിൽ വേണമെങ്കിലും പോയിക്കോ. മധുരം കൊടുത്തോട്ടെ? കൊടുത്തോളൂ. അമ്മയും പെങ്ങളും നാത്തൂനും എല്ലാം സുലോചന തന്നെയല്ലേ? എന്തിനാ നാത്തൂൻ? നമുക്കൊരു മുത്തശ്ശിയുള്ള കാര്യം അമ്മാവൻ മറന്നുപോയോ? മുത്തശ്ശിയുടെ തൃക്കൈ കൊണ്ട് തന്നെ ആദ്യം കൊടുത്ത. ഓ, ഒരു മുത്തശ്ശിയുള്ള കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. രേണയ്ക്ക് അടുത്ത തവണ മധുരം കൊടുക്കാറാകുമ്പോഴേക്കും ഒരു നാത്തൂനെ കണ്ടുപിടിക്കണം കേട്ടോ. ശരിയാ. അളി നിന്നീ ഇങ്ങനെ ഒറ്റയാനായി വിലസണ്ട. നമ്മുടെ ഈ പണിക്ക് പെണ്ണും പിടകോഴിയൊന്നും പറ്റില്ല. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. പിന്നെ
നാട്ടിലുള്ള പോലീസുകാരൊക്കെ സന്യസിക്കാൻ പോവല്ലേ? ഒന്ന് പോടോ. എന്റെ കയ്യിൽ കുറെ സ്നാപ്പ് ഉണ്ട് സാർ. നല്ല പീസ് നോക്കി നമുക്ക് ഒന്നിനെ സെലക്ട് മോഹൻ, ചെയ്യാം. ഇവർ വിടുന്ന ലക്ഷണമില്ല. ഒന്നിനെ തലയിൽ കെട്ടിവെക്കുന്നതാണ് നല്ലത്. രാജീവ്, പകല് മുഴുവൻ എവിടെയായിരുന്നു? ടൗണിലൊന്ന് പോയതാ ചേച്ചി. മാറ്റിനി കണ്ടിട്ടാ മടങ്ങിയത്. കൂടെ കൂട്ടുകാരെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ ഒരു സ്നേഹിതൻ പയ്യനുണ്ടായിരുന്നു. സ്നേഹിതന്മാരൊക്കെ പെൺവേഷം കെട്ടിക്കൊണ്ടാണോ കൂടെ വരുന്നത്? അത് ചേച്ചി, ഒന്നും മറക്കേണ്ട അനിയ. കൂടെ ഉണ്ടായിരുന്ന ആളിനെ സുധേട്ടനും ഞാനും കണ്ടു. ഏതാ പെൺകുട്ടി? തുളസി. എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു ചേച്ചി. കോളേജ് മെറ്റായാലും ഒരു പെണ്ണിനെയും കൊണ്ട് ചുറ്റിയാൽ എന്തെല്ലാം ചീത്തപ്പേരുണ്ടാകുമെന്ന് ചിന്തിച്ചോ? തുളസിയെ എനിക്കിഷ്ടമാണ്. എന്റെ ജോലിക്കാരി ശരിയായിട്ട് ചേട്ടനോടും ചേച്ചിയോടും പറയാമെന്ന് വിചാരിച്ചു. അതൊന്നും സാരമില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ നീ വിവാഹം കഴിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളെ കണ്ടത് മുതൽ സുധേട്ടൻ വളരെ ചൂടില. എനിക്ക് അച്ഛനമ്മമാരുടെ സ്ഥാനത്താണ് ചേട്ടനും ചേച്ചിയും. നിങ്ങളുടെ അനുവാദം ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. സുധേട്ടന്റെ മനസ്സൊന്ന് ശാന്തമാട്ടെ. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. ഹലോ, അതെ, വക്കീൽ അദ്ദേഹത്തിന്റെ വീടാ. ഗുമസ്ത ശങ്കരൻ നായരാ സംസാരിക്കുന്നത്. ഗ്രന്ഥമോ? ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനമോ? അതിനൊന്നും അദ്ദേഹത്തിന് സമയമില്ലെന്നേ. നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിലേ ഇങ്ങോട്ട് വന്ന് ഉദ്ഘാടിച്ചോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് ഉദ്ഘാടിക്കാം. അയ്യോ, ശങ്കരനായരെ, താൻ എന്തൊക്കെയാണ് ഈ ഫോണിൽ പറഞ്ഞത്? എന്റെ അരിസിസ് കാരണം ക്ഷമ നശിച്ചു പോയോണ്ട് ഞാൻ പറഞ്ഞതാ. പൊതുപരിപാടികൾ കാരണം കോടതി കാര്യങ്ങൾ ആകെ കുഴഞ്ഞിരിക്കുക. എടോ, ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് എന്റെ സോഷ്യൽ ബന്ധങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്റെ അരിസിന്റെ കാര്യം നാളെ കാണിക്കാം. ശങ്കരേട്ടാ, സ്കൂൾ ബസ് വരാറായി. മിനിമോളെ കൊണ്ടുപോയി ഒന്ന് കയറ്റി വിട്ടേക്കൂ. മോളെ, എന്റെ അമ്മയെ എന്താണോ? സുധേട്ടാ, രാജീവിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്തു പറയാനാ? ആ പെണ്ണിനെ അവൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ മറ്റൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ആളെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കാതെ എത്രയും വേഗം വിവാഹം നടത്തണം. എന്നാൽ നമുക്ക് അതുവരെ ഒന്ന് പോകാമോ? അവനെയും കൂട്ടിക്കൊണ്ട് നീ പോയാ മതി. എപ്പോഴാ വിവാഹം നടത്താൻ സൗകര്യമെന്ന് നീ അവരോട് ചോദിക്കും. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. എപ്പോ വിവാഹം നടത്താമെന്ന് മാത്രം അമ്മ പറഞ്ഞാ മതി. വേണ്ട മോളെ. എന്താ അമ്മേ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല. ഇവളെ കോളേജിൽ അയച്ചെങ്കിലും ഇന്നും ഞങ്ങൾ വെറും പാവങ്ങളാ. അമ്മ വിഷമിക്കാതെ. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാ ഞാൻ സംസാരിക്കുന്നത്. ഇതിനേക്കാൾ പാവപ്പെട്ട വീട്ടിലാ ഞാൻ ജനിച്ചത്. പണത്തിന്റെ പേരിലല്ല അദ്ദേഹം എന്നെ വിവാഹം കഴിച്ചത്. ക്ഷമിക്കും മോളെ. ഞങ്ങൾ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ബന്ധത്തിനാണ് നിങ്ങൾ കൈ നീട്ടുന്നത്. നിങ്ങളുടെ നല്ല മനസ്സിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷെ ഞങ്ങൾ പാപികളായി പോയി. ഞാൻ പൂർണ്ണ മനസ്സോടെയാണ് അമ്മേ തുളസിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സത്യം കൂടി അറിഞ്ഞിട്ട് വേണം ഈ വിവാഹം ഉറപ്പിക്കാൻ. തുളസിക്ക് മൂത്തവനായിട്ട് എനിക്കൊരു മകൻ കൂടിയുണ്ട്. അവനൊരു കൊലക്കേസിൽപ്പെട്ട് ഇന്ന് ജയിലിലാണ്. അത് മറച്ചു വെച്ചോണ്ട് വിവാഹം നടത്തിയ എന്റെ മോടെ ജീവിതം പാഴായി പോവും. ഒരിക്കലും ഇല്ലമ്മേ. എന്റെ ഭർത്താവ് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അദ്ദേഹത്തിന് ഒരു ക്രിമിനൽ പുള്ളിയെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ രോഗിയെ കാണുന്ന പോലുള്ള അർത്ഥമേ ഉള്ളൂ. അമ്മ ധൈര്യമായിട്ടിരിക്കൂ. രാജീവ്, ഈ മോതിരം തുളസിയുടെ കയ്യിലിട്ടു കൊടുക്കൂ.
കുടവയിലത്തെ കല്ലടച്ചു വന്നിരിക്കുക. അവൻ അടങ്ങിയിരിക്കണടാ. കുടലിൽ തീ പിടിക്കുന്നവരാ കാല. സാരമില്ല, 1 മണിക്കൂർ കഴിഞ്ഞ് ചോറ് കൊടുത്താൽ മതിയെന്നാണ് സൂപ്രണ്ടിന്റെ ഓർഡർ. എന്താ ഇന്നൊരു പുതിയ ഓർഡർ? എടാ, മന്ത്രി മിന്നൽ പരിശോധനയ്ക്ക് വരുന്നുണ്ട്. മന്ത്രി വരുന്നത് ചിക്കൻ ബിരിയാണി തിന്നിട്ടാ. ഞങ്ങൾക്ക് ചോറാ. ഓർഡറില്ല, തരാൻ പറ്റില്ല. അവന്റെയൊക്കെ അമ്മാവി അമ്മ ഓർഡർ. നായേ, ബിഷപ്പിനെ ചങ്ങല കിട്ടാൻ നിൽക്കില്ലെന്ന് നിന്റെ മന്ത്രിയോട് ചെന്ന് പറഞ്ഞേക്ക്. ആവശ്യമുള്ളവരെടുത്ത് കഴിക്കാണ്ട് ആരാ തടയാൻ വരുന്നത് ഞാൻ നോക്കട്ടെ. നിൽക്കണ അവിടെ. ഇതെന്ത് ഏർപ്പാടാണ് സാർ? മന്ത്രി ഇവർക്ക് ചോറ് വിളമ്പി കൊടുക്കുന്നതിന്റെ ഫോട്ടോ എടുക്കാൻ അയാൾ വരുന്നവരുടെ പട്ടിണി നിൽക്കണോ? ഷടപ്പ്. ഇതിനകത്ത് ജനാധിപത്യം ഒന്നും ഇറക്കണ്ട. ജനാധിപത്യം അത് പുറത്തുമില്ലല്ലോ. ചന്ദ്രനെ കാണാൻ വേണ്ടി ചന്ദ്രൻ അമ്മ വന്നിപ്പോണ്ട്. മോനെ, തുളസിയുടെ കല്യാണം ഉറപ്പിച്ചു. നല്ലൊരു ചെറുക്കന് ദൈവം കൊണ്ടുവന്നു മോനെ. ആരാണമ്മേ പയ്യൻ? വക്കീൽ സുധാകരന്റെ അനിയനാ. അവർക്കൊരു പൈസ പോലും സ്ത്രീധനം വേണ്ടാന്ന്, തുളസിയെ മാത്രം മതിയെന്ന്. അവളുടെ ഭാഗ്യമാണമ്മേ. നമുക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്ത കുടുംബമോ. ഉടനെ കല്യാണം നടത്തണമെന്നാ അവര് പറയുന്നത്. എനിക്ക് സന്തോഷമായിരുന്നു. നീ ഇല്ലാതെ കല്യാണം നടത്തുന്ന കാര്യം ഓർക്കുമ്പോഴാ. അമ്മ വിഷമിക്കാതെ, ഞാൻ ഇന്ന് തന്നെ പരോളിന് അപേക്ഷിക്കാം. എന്റെ അനിയത്തിയുടെ കല്യാണം ഞാൻ തന്നെ വന്നത് നടത്തുമേ. കാട്ടിൽ പടരും പൂങ്കാറ്റിൽ പൊന്നാരം പാടിയെത്തുന്നു. വന്നല്ലോ സന്ധ്യ, ചിരിതൂകും സന്ധ്യ, മാണിക്യം തേടിയെത്തുന്നു. മന്ദാര കാട്ടിൽ പടരും പൂങ്കാറ്റിൽ പൊന്നാരം പാടിയെത്തുന്നു. വന്നല്ലോ സന്ധ്യ, ചിരിതൂകും സന്ധ്യ, മാണിക്യം തേടിയെത്തുന്നു. ഹൃദയമുരളി ഗാനവുമായി മൂകമനോരഥ നൗകയിലേറി. ഹൃദയമുരളി ഗാനവുമായി മൂകമനോരഥ നൗകയിലേറി. സുരഭില ജീവിത വാടിയിലെന്നും, സുരഭില ജീവിത വാടിയിലെന്നും, മധുവും മലരും
ഇനി നുകരുക തരളിത മനനിമിഷം മന്ദാര കാട്ടിൽ പടരും പൂങ്കാറ്റിൽ പുന്നാരം പാടിയെത്തുന്നു വന്നല്ലോ സന്ധ്യ ചിരിതൂകും സന്ധ്യ മാണിക്യം തേടിയെത്തുന്നു അകലെ താരണി വീഥിയിലാരോ പ്രേമ വിപഞ്ചിക മീട്ടുകയായി അകലെ താരണി വീഥിയിലാരോ പ്രേമ വിപഞ്ചിക മീട്ടുകയായി ഇനിയൊരു നിമിഷം പാടുക നമ്മൾ ഇനിയൊരു പാടുക നമ്മൾ ഇരവും പകലും ശ്രുതി പകരുക പുളവിത സുകുലസിതം മന്ദാരക്കാട്ടിൽ പടരും പൂങ്കാറ്റിൽ പുന്നാരം പാടിയെത്തുന്നു വന്നല്ലോ സന്ധ്യ ചിരിതൂകും സന്ധ്യ മാണിക്യം തേടിയെത്തുന്നു എന്തൊരു നാറ്റം. എന്താ പേര്? തങ്കപ്പൻ. നോ നോ നോ, ഡേഞ്ചർ തങ്കപ്പൻ. അച്ഛന്റെ പേര്? അച്ചു. വെറും അച്ചുവോ? അല്ലല്ല, കൊച്ചച്ചു. അതൊരു സുഖമില്ല. ഓ, നമുക്ക് അബോർഷൻ കൊച്ചച്ചു എന്നാക്കാം. അബോർഷൻ കൊച്ചച്ചുവിന്റെ മകൻ ഡേഞ്ചർ തങ്കപ്പൻ കേൾക്കാൻ ഒരു ത്രില്ലുണ്ട്. അത് കൊള്ളാലോ ആശാനെ. എന്റെ അച്ഛൻ പല പെൺകുറ്റങ്ങളെയും അബോർഷൻ ചെയ്തതിനിടയ്ക്ക് കയ്യിൽ നിന്ന് ചോർന്നു പോയതുപോലെയാ എന്റെ ജനനം. ദാറ്റ് ഈസ് മൈ പേഴ്സണാലിറ്റി. പിന്നെ ഇയാളുടെ കേസ് വക്കീലത് ഏറ്റെടുക്കണമെങ്കിൽ കേസിന്റെ സ്വഭാവം പറയണം. അയ്യോ, എന്നെ പോലെ തന്നെ നല്ല സ്വഭാവമാ എന്റെ കേസിനും. സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാണല്ലോ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി 9 ഇടത്തും തല്ലുകൊണ്ടത്. ഈ സംഭവത്തിൽ ഞാൻ നിരപരാധിയാണ് ആശാനെ. ഒരു നിലാവുള്ള രാത്രിയിൽ, ഒരു തേമാരിയുള്ള രാത്രിയിൽ ഞാനൊരു വീടിന്റെ പിൻഭാഗത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ, ഒരു ഭയങ്കര ശബ്ദം. എന്നിട്ട് എന്തോ ഡേഞ്ചർ കേസാണെന്ന് കരുതി ഞാൻ ജനാലിലൂടെ ഫോട്ടോ എടുത്തു. പക്ഷെ കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേട്ടപ്പോഴാണ് അദ്ദേഹത്തെ പ്രസവം നടക്കുകയെന്ന് അറിഞ്ഞത്. അപ്പോ ഡേഞ്ചർ തങ്കപ്പൻ എന്ന പേര് മാറ്റി ഡെലിവറി തങ്കപ്പൻ എന്നാക്കാം. അത് കൊള്ളാമല്ലോ ആശാനെ. ഇരുന്നാട്ടെ. ആ, ഇരുന്നാലൊന്ന് എടുത്തു വിടാം. ഇറങ്ങി പോണം എടുത്തു. റെഡി? എടുത്തല്ലോ. ഇയാടെ വക്കീലോടെ പുറത്തോട്ട് പോയിരിക്കുക കുഞ്ഞെ. അയാളുടെ അനുജന് കല്യാണം നിശ്ചയിച്ചു. നിശ്ചയിച്ചു, മുഹൂർത്തവും കുറിച്ചു. പെണ്ണിന്റെ പേര് തുളസി. പാവപ്പെട്ട കുടുംബത്തിലെ പെണ്ണ. അവളുടെ ആങ്ങള ഒരു കൊലപ്പുള്ളിയാണെന്ന് അറിയാമോ? എല്ലാം അറിഞ്ഞുകൊണ്ടാ വിവാഹം ഉറപ്പിച്ചത്. എന്നാലേ നിശ്ചയിച്ച മുഹൂർത്തത്തിന് വിവാഹമല്ല, വിവാഹ പന്തലിൽ നിന്ന് ശവമെടുക്കലായിരിക്കും നടക്കുന്നത്. കുഞ്ഞേ, എടോ, ആ ചന്ദ്രൻ കൊല ചെയ്ത് എന്റെ ചേട്ടൻ രമേശനെയാണ്. അവന്റെ കുടുംബത്തിനെ മണ്ണോട് മണ്ണാക്കാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഈ കല്യാണം നടക്കുന്ന എനിക്കൊന്ന് കാണണം. കുഞ്ഞേ. മോളെ, എന്റെ മൂത്ത മകൻ എന്നെ വിട്ടുപിരിഞ്ഞ ദിവസമാണിന്ന്. വിനോദിനെ പോലെ എന്റെ കണ്ണുകളിലൊന്നായിരുന്നു രമേഷ്. അവനെ കൊല ചെയ്ത ആ മൃഗൻ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നാലും ഈ അച്ഛന് അവനോടുള്ള പ്രതികാരം തീരില്ല. മോളെ, നീ എവിടെയായിരുന്നു? വക്കീലാഫീസിൽ. സുധാരൻ ചേട്ടനെ കണ്ടോ? ഇല്ല. വിവാഹം ഉറപ്പിച്ചു എന്ന് കേട്ടത് ശരിയാണോ? അതെ അച്ഛാ. സുധാകരൻ അയാൾക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിയതുകൊണ്ട് രാജീവനും അവന് തോന്നിയ പെണ്ണിനെ കെട്ടാൻ അയാൾ അനുവദിച്ചിരിക്കുന്നു. അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ട് സുധാകരൻ എന്റെ മുഖത്ത് ചവിട്ടുകയാണല്ലേ?
ആയിക്കോട്ടെ, പക്ഷെ അവനൊക്കെ എത്ര വലിയവനായാലും എന്റെ കണ്ണീരിന് കണക്ക് പറയേണ്ടി വരും. അച്ഛൻ വിഷമിക്കണ്ട. എന്റെ ചേട്ടനെ കൊല ചെയ്തവനെയും അവന്റെ കുടുംബത്തിനെയും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അമ്മയോട് ആരാ ഇത് പറഞ്ഞത്? ഗുമസ്തൻ ശങ്കരൻ നായർ. അമ്മ ഭയപ്പെടാതെ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ അനിയത്തിന്റെ കല്യാണം നടക്കും. ഇല്ല മോനെ, എന്റെ വിശ്വാസങ്ങളെല്ലാം തകർന്നു. കരയാതിരിക്കമ്മേ. തുളസിയുടെ വിവാഹം മുടക്കാൻ ആ വിനോദ് എന്തെങ്കിലും ചെയ്താൽ അവൻ പറഞ്ഞിരിക്കുന്ന സമയത്തിന് അവന്റെ ശവമായിരിക്കും എടുക്കുന്നത്. അമ്മയുടെ ഈ ചന്ദ്രനാണ് പറയുന്നത്. അമ്മ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോയി. ആ തുളസി ഇതൊന്നും അറിയണ്ട. അയ്യോ എന്നെ നെഞ്ചുപിടണേ, അയ്യോ എന്നെ കരളുപിടണേ, അയ്യോ ഓടി വരണേ, അയ്യോ എന്നെ നെഞ്ചുപിടണേ, എന്നെ രക്ഷിക്കണേ, ഞാനിപ്പോ ചത്തുപോകും, എനിക്ക് നെഞ്ചുവേനെടുത്ത് വയ്യാ, എന്നെ ഉടനെ ആശുപത്രി പൊണ്ണ് യജമാനന്മാരെ എന്നെ ആശുപത്രി കൊണ്ടുപോകണേ, എനിക്ക് നെഞ്ചുവേനെടുക്കണേ, ഞാൻ ഇപ്പൊ ചത്തു സാർ, ആശുപത്രി കൊണ്ടുപോകും സാർ. ചന്ദ്രന് ചേരിച്ചാടാ നീയല്ലേ കൂട്ടുന്നത്? എനിക്കറിയില്ല, അവനെവിടെ? വിനോദത്തെ വരുത്ത ചന്ദ്രന്റെ പെങ്ങളുടെ കല്യാണം മുടക്കൂന്ന് പറഞ്ഞു. അവനെ കൊല്ലണമെന്ന് പറഞ്ഞ ചന്ദ്രൻ ജയിലിൽ ചാടി പോയിരിക്കുന്നത്. കൊണ്ടുപോയി കിടത്തട്ടെ? അച്ഛൻ വന്നിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. അച്ഛൻ മീറ്റിങ്ങിന് പോയതല്ലേ, എപ്പോ വരുമെന്ന് ആർക്കറിയാം. മോൾ അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കോ. പ്രത്യേക അറിയിപ്പ്. ചന്ദ്രൻ എന്ന ഈ കൊലപ്പുള്ളിയെ സൂക്ഷിക്കുക. മണിക്കൂറുകൾക്ക് മുമ്പ് തടവ് ചാടിയ ഇയാളെ നാടാകെ പോലീസ് തിരയുകയാണ്. ഇയാളെക്കുറിച്ച് പോലീസിന് വിവരം നൽകുകയോ പിടിച്ചേൽപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് തക്കതായ
പ്രതിഫലം നൽകുന്നതാണ്. അറിയിപ്പുകൾ കഴിഞ്ഞു. ചന്ദ്രേട്ടാ, ശബ്ദിക്കുക. എന്റെ പിന്നാലെ പോലീസുണ്ട്. ഞാൻ ജയിൽ ചാടി വന്നത് എന്റെ അനിയത്തിയുടെ കല്യാണം നടക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടാ. എനിക്ക് സുധാകരൻ സാറിനെ ഉടനെ ഒന്ന് കാണണം. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. വിവാഹം നടക്കില്ലെന്ന് ആരാ പറഞ്ഞത്? തമ്പിയുടെ മകൻ വിനോദ്. അവൻ എന്റെ അനിയത്തിയുടെ ജീവിതം തകർത്താൽ ഞാൻ അവനെ കൊല്ലും. അവിവേകമൊന്നും കാണിക്കരുത്. ആരൊക്കെ എതിർത്താലും ഈ വിവാഹം നടക്കും. ഞാനത് നടത്തും. തുളസി എന്റെയും സഹോദരിയല്ലേ ചന്ദ്രേട്ട? ഞാനില്ലേ ഇവിടെ? എനിക്ക് കുറച്ച് വെള്ളം വേണം. ഹലോ, ചേച്ചിയല്ലേ? ഞാനാ, രേണുക. സുഖാണോ? മോളെവിടെ? ശരി, ഓക്കെ, വെച്ചേക്കട്ടെ. എസ് മോഹൻദാസ് ആണ്. സെൻട്രൽ പ്രസിഡന്റ് ആണോ? അവൻ എത്താൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. ഹലോ, യെസ്, ഞാനാണ്. ബ്രിഡ്ജിനടുത്തോ?
എന്റെ മക്കളെ. തുളസിയുടെ വിവാഹം നടന്നാൽ ഉടൻ തന്നെ ഞാൻ പോലീസിന് പിടികൊടുക്കും. സാർ അവിടെ മീറ്റിങ്ങിന് പോയിട്ട് വന്നിട്ടില്ല. ഇവിടെ മറ്റാരെങ്കിലും വന്നോ? ഇല്ല. ജയിൽ ചാടിയ ഒരു കൊലപ്പുള്ളി ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ പെങ്ങളെയും ഭർത്താവിനെയും വെടിവെച്ചു കൊന്നു. വിനോദിനെയും രേണുവിനെയോ? അതെ, അവൻ ഈ വീട്ടിലും വരാൻ സാധ്യതയുണ്ട്. വാതിലെല്ലാം ഭദ്രമായി അടച്ചേക്കണം. നിങ്ങൾ പറയുന്നതെല്ലാം സത്യമാണ്. ഓവർ ബ്രിഡ്ജിനടുത്ത് വെച്ചാണ് സംഭവം. ഡെഡ് ബോഡി ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. മിസ്റ്റർ മോഹൻദാസ് ഇവിടെയുണ്ട്. മോഹൻ സാറിന് ഐ ജി അദ്ദേഹം വന്ന് കൂട്ടിക്കൊണ്ടുപോയി. നിങ്ങൾ ഇവിടെ നിന്ന് സമയം കളയാതെ വേഗം കണ്ടുപിടിക്കാനോ? അവൻ എന്തൊരു നീചനാണ്. ആദ്യം അവൻ രമേശിനെ കൊന്നു, ഇപ്പോ വിനോദിനെയും രേണുകയും കൊലയിതു. പാവ ഗർഭിണിയായ പെണ്ണ് അവനോട് എന്ത് തെറ്റ് ചെയ്തിട്ട് അവൻ ഈ ക്രൂരതയൊക്കെ കാണിച്ചത്? കേൾക്കുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ചേട്ടാ. ആ, ഇനി അവൻ കൊല ചെയ്യുന്നത് എന്നെ ആയിരിക്കും. സുധേട്ടാ, സംശയിക്കണ്ട. അവന്റെ പെങ്ങളെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കായിരുന്നല്ലേ? അത് നടക്കാതെ വരുമ്പോ ഞാൻ പറഞ്ഞു തന്നെയാണ്. മോളെ, എന്താ മോളെ? മോളെ, മോക്ക് എന്തു പറ്റി? കള്ളനോ? മോള് സ്വപ്നം കണ്ടതായിരിക്കും. മോള് കരയാതെ. മോളെ, മോള് കിടന്ന് ഉറങ്ങി. അമ്മേ, അമ്മേ, കട തുറക്ക്, കട തുറക്കമ്മേ. ഞാൻ നിന്റെ അമ്മയല്ലടാ. നീ ഒരുത്തൻ കാരണം നിന്റെ പെങ്ങളുടെ ജീവിതം തൊലഞ്ഞു. അമ്മേ, വേണ്ട, വീണ്ടും കൊലപാതകം ചെയ്ത് നീ നിന്റെ പെങ്ങളെ രക്ഷിക്കണ്ട. ഞാൻ ആരെയും കൊന്നിട്ടില്ലമ്മേ. മതി, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതൊക്കെ മതി. ഇനി നിന്നെ എനിക്ക് കാണണ്ട. അമ്മേ, എന്നെ വിശ്വസിക്കൂ. തുളസിക്ക് വേണ്ടിയാണ് ഞാൻ ജയിൽ ചാടിയത്. അവളുടെ വിവാഹം നടന്നു കാണാൻ വേണ്ടി മാത്രം. മതി, ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട. ലോകം മുഴുവൻ എന്നെ വെറുത്താലും ഞാനത് സഹിച്ചോ. പക്ഷേ സത്യമറിയാതെ എന്റെ അമ്മ കൂടെ എന്നെ വെറുത്താൽ മോനെ, പോകരുത് മോനെ. എന്റെ വേദന കൊണ്ട് പറഞ്ഞു പോയതാ മോനെ. തുളസിയാണെങ്കിൽ ആഹാരം പോലും കഴിക്കാതെ കരഞ്ഞു തളർന്നു കിടക്കുക. അമ്മ വിഷമിക്കണ്ട. പോലീസ് എന്നെ പിടിച്ചാലും അവളുടെ വിവാഹം സുലോചന നടത്തി തരും. ചന്ദ്ര, നിങ്ങളുടെ വീടിന് ചുറ്റും പോലീസുകാർ കവർ ചെയ്ത് കഴിഞ്ഞു. കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതിസാമർഥ്യം കാണിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അമ്മയുടെയും പെങ്ങളുടെയും ജീവൻ വരെ അപകടത്തിലായേക്കും. കമാൺ, ലാസ്റ്റ് വാർണിംഗ് ഫോർ യു. കമാൺ.
ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഇരിക്കുന്നു? ഡോക്ടർ അടുത്തുള്ളത് കൊണ്ട് എന്റെ രോഗത്തിന് ആശ്വാസമുണ്ട്. പക്ഷെ എന്റെ മനസ്സിന്റെ സമാധാനം നിയമം പഠിച്ച നിങ്ങളുടെ കയ്യിലാണ്. അവനെ ഇന്നലെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യാൻ മനക്കരുത്തുള്ള ഒരുത്തൻ പെട്ടെന്ന് കുറ്റം സമ്മതിക്കൂ? അതെ ഡോക്ടർ, എന്റെ തലമുറയിലെ ഏറ്റവും ഇളയ കുരുന്നാണ് രേണുവിന്റെ വയറ്റിൽ കിടന്നിരുന്നത്. തൂക്കുമരത്തിൽ പിടയാൻ പോകുന്നവന്റെ ജീവനെ കൊണ്ട് തന്നെ ഞാനിത് മറുപടി പറയിപ്പിക്കും. ഞാനായി കേസ് വാദിക്കുന്നത്. നന്നായി. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു. സുധേട്ടാ, എന്താ? കേസ് വാദിക്കാൻ തന്നെ തീരുമാനിച്ചോ? തീരുമാനിച്ചു. നാളെ പോലീസ് അയാളെ കോടതിയിൽ ഹാജരാക്കും. അവനെ കൊലമരത്തിലേറ്റാതെ എനിക്കിനി വിശ്രമമില്ല. അപ്പോ രാജീവിന്റെ കല്യാണക്കാര്യം? അതെന്റെ മനസ്സിൽ നിന്നും കീറിക്കളഞ്ഞൊരു ചാപ്റ്ററാണ്. വീണ്ടും നീ അതെന്നെ ഓർമ്മിപ്പിക്കരുത്. മുഹൂർത്തം വരെ നിശ്ചയിച്ചിട്ട് വിവാഹം വേണ്ടെന്ന് പറയുന്നത് ദ്രോഹമല്ലേ? ജീവകാരുണ്യത്തിന്റെ പേരിൽ മൂർഖം പാമ്പനെടുത്ത് കഴുത്തിൽ ചുറ്റാൻ ഞാൻ തയ്യാറല്ല. വിനോദിനെയും രേണുവിനെയും കൊല ചെയ്തത് ചന്ദ്രൻ തന്നെയാണെന്ന് തീർത്തു പറയാൻ കഴിയുമോ? അതിനെന്താ ഇത്ര സംശയം? വിനോദിനെ കൊല്ലാൻ വേണ്ടിയാണ് അവൻ ജയിൽ ചാടിയതെന്ന് അവന്റെ കൂടെ സെല്ലിലുണ്ടായിരുന്ന വേറൊരു പുള്ളി മൊഴി കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, വെടിവെച്ച് കൊല്ലാൻ ഉപയോഗിച്ച റിവോൾവർ പോലീസിന് കിട്ടിയിട്ടുമുണ്ട്. ഒരാൾ കൊലപ്പുള്ളിയാണെന്ന് തീരുമാനിക്കാൻ ഇത്രയും തെളിവുകൾ മതിയോ? ചന്ദ്രൻ നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനാണോ നിന്റെ ശ്രമം? രാജീവിന് വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നത്. അവൻ ആകെ നിരാശനാണ്. ആഹാരം കൊണ്ടുവച്ചാൽ കഴിക്കുന്നില്ല. ഒരു ഭ്രാന്തനെ പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്നതും ഇറങ്ങി പോകുന്നതും. ഒന്ന് നിർത്ത്. അതിന് ഞാനാണോ വലുത് അതോ ഒരു കൊലപാതക ബംഗളാണെന്ന് എനിക്ക് ഇന്നറിയണം. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അനിയൻ മുമ്പൊരിക്കലും ഒരു ചരക്കിനെ കൊണ്ട് പോയപ്പോ നീ എങ്ങടാ ഉടക്കിയത്? അവൻ ദേവദാസ്യമ്മയെന്ന്. നേരം വെളുത്തോട്ടെ, നിന്റെ കുടിയാൻ നിർത്തുന്നുണ്ട്. രാജീവ്, സുരേനെ, സുരേനെ, എന്താ ചേട്ടാ? എന്താ ഇത്? ഇത് ചന്ദ്രന്റെ ഉടുപ്പാ. ആ മനുഷ്യൻ ജയിൽ ചാടി നേരെ വന്നത് ഈ വീട്ടിലേക്കാ. സുരേനെ, നീ എന്തായി പറയുന്നത്? സത്യമാണ് ഞാൻ പറയുന്നത്. സുധേട്ടനെ നേരിൽ കണ്ട് കല്യാണം മുടക്കരുതെന്ന് അപേക്ഷിക്കാനാണ് ചന്ദ്രൻ ഇവിടെ വന്നത്. ആ മനുഷ്യൻ ഈ വീട്ടിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് രേണുകയുടെ ഫോൺ വന്നത്. മറ്റാരുമാണ് ഓവർബ്രിഡ്ജിനടുത്ത് വെച്ച് വിനോദിനെയും രേണുവിനെയും കൊല ചെയ്തത്. സുധേട്ടനും പോലീസുകാരും വന്നു കയറിയപ്പോ ചന്ദ്രൻ ഈ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് ഇതുവരെ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴത്തെ ആവേശത്തിന്
ആ നിരപരാധിയെ സുധേട്ടൻ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. ഒരിക്കലും ഇല്ല. എന്നിപ്പോഴല്ലേ പറയുന്നത്? ആ സംഭവം നടന്ന ദിവസം മുതൽ സത്യം മനസ്സിലാക്കാനുള്ള ക്ഷമയേക്കാൾ ചന്ദ്രനെ ശിക്ഷിപ്പിക്കാനുള്ള വ്യഗ്രതയല്ലേ സുധേട്ടന്റെ മനസ്സിലുണ്ടായിരുന്നത്? ശരിയാണ് സുലോചന, ഞാൻ വളരെ ദൂരം വഴിമാറി സഞ്ചരിച്ചു പോയി. സാരമില്ല ചേട്ടാ, സത്യത്തെ എവിടെ മറച്ചു വെച്ചാലും അത് അഗ്നിയെപ്പോലെ ആളിക്കത്തി പുറത്തു വരുമെന്നുള്ളതിന് തെളിവാണ് ഈ ഉടുപ്പ്. ചന്ദ്രനല്ല രേണുവിനെയും വിനോദിനെയും കൊല ചെയ്തതെന്ന് ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ വന്ന് പറയാം. വേണ്ട, നീ കോടതിയിലേക്ക് വരികയല്ല ആദ്യം ചെയ്യേണ്ടത്. ഈ കേസ് വാദിക്കാൻ വേണ്ടി ഞാൻ പോകാതിരിക്കുകയാണ് വേണ്ടത്. ചന്ദ്രൻ നിരപരാധിയാണെന്നോ? അതെ, ഈ കേസിൽ അവൻ നിരപരാധിയാണ്. അപ്പോ എന്റെ പെങ്ങളും വിനോദും സ്വയം വെടിവെച്ച് മരിച്ചതാണോ? വിനോദിന് വേറെയും ശത്രുക്കൾ ഉണ്ടായിക്കൂടുന്നില്ലേ മോഹൻ? എന്റെ അന്വേഷണത്തിൽ ആകെയുള്ള ഒരേ ഒരു ശത്രു അവ മാത്രമാണ്. ഇല്ല മോഹൻ, നിങ്ങളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിഴലുകളെ കണ്ട് രൂപം നിർണ്ണയിക്കുന്നവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത്. മനസാക്ഷിയെ പണയം വെച്ചുകൊണ്ട് ഈ കേസ് വാദിക്കാൻ എന്നെ കൊണ്ടാവില്ല. അവനെ തൂക്കുമരത്തിൽ ഏറ്റാതെ വിശ്രമമില്ല എന്ന് പറഞ്ഞ നിങ്ങളല്ലേ? അതെ, പക്ഷേ സാഹചര്യ തെളിവുകൾ സത്യത്തിനെതിരായതുകൊണ്ടാണ് ഞാൻ പിന്മാറുന്നത്. അപ്പോ നിങ്ങൾ ഈ കേസ് വാദിക്കില്ല? ഇല്ല. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്നാണ്. സുലോചന എന്ന് പറയുന്ന ഒരു ഭാര്യയുടെ സാമർഥ്യം. അവൾ ജീവിച്ചിരിക്കുമെങ്കിൽ ആ വിവാഹം നടത്തുമെന്ന് ശപഥം ചെയ്തതായി എനിക്കറിയാം. അത് നിറവേറ്റാനാണ് LLB-കാരനായ നിന്നെ ഗൗണിട്ട പെങ്കൊന്തനാക്കിയത്. ഇവിടെ വെച്ച് ഞാനതിന് മറുപടി പറയുന്നത് ശരിയല്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? എനിക്ക് ചന്ദ്രനെ ഒന്ന് കാണാൻ അനുവാദം തരണം. കണ്ടിട്ട് പൊക്കോളൂ. ശരി. കോൺസ്റ്റബിൾ കൂടെ ചെല്ലു. ചന്ദ്രേട്ടാ, എന്തിനാ എന്നെ കാണാൻ വന്നത്? ചന്ദ്രേട്ടൻ നിരപരാധിയാണെന്നുള്ള സത്യം എന്റെ ഭർത്താവിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം നിങ്ങൾക്കെതിരായി വാദിക്കാൻ വേണ്ടി ഒരിക്കലും കോടതിയിൽ വരില്ല. എന്നെ ശിക്ഷിക്കുകയോ വിട്ടയക്കുകയോ ചെയ്തോട്ടെ, പക്ഷേ എന്റെ മനസ്സ് തിളയ്ക്കുന്നത് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനാണ്. അതും നടക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ചന്ദ്രേട്ടന് വേണ്ടി കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെ ഞാൻ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യും. എനിക്ക് വേണ്ടി എന്തിനാ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. സുധേട്ടൻ കോടതിയിൽ കൊടുങ്കാറ്റ് ഉയർത്തുന്ന വക്കീലാണ്. അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് പാവപ്പെട്ട നിങ്ങളുടെ കുടുംബം തകർന്നാൽ അതിന്റെ ശാപം ഏൽക്കുന്നത് എന്റെ കുഞ്ഞിനായിരിക്കും. ചന്ദ്രേട്ടനെ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് ഞാൻ വക്കീലിനെ കൊണ്ടുവരാം. വരട്ടെ സർ. റൈറ്റ്. അയ്യോ, ഹരിസത്തിന്റെ വേദന. അയ്യോ ഗുരുവായൂരപ്പാ, ആ കേസ് കിട്ട് കാണുന്നില്ലല്ലോ. ഇതാ വരുന്നേ. ആ പഴയ പേപ്പർ തൂക്കി വിറ്റ കൂട്ടത്തിൽ കേസ് കിട്ടും പോയെന്നാ തോന്നുന്നത്. എന്റെ കൃഷ്ണ, പാഞ്ചാലിക്ക് വസ്ത്രം കൊടുത്ത പോലെ ശങ്കരന്താരുടെ കേസ് കിട്ടും തായേ. അയ്യോ അയ്യോ, എന്തൊരു ചൂട്. എരപ്പാളി, സ്വന്തം വീടാന്ന് വിചാരിച്ചോ തോന്നിയാൽ കാണിക്കാൻ? ചോദിക്കാൻ പറയൊന്നും വേണ്ട. വക്കീൽ സാർ അവിടെ? അകത്തുണ്ടോ? വക്കീൽ സാറേ, ഹലോ, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ്. സാറിനെ തന്റെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കേസ് വിട്ടല്ലോ, പിന്നെന്തിനാ വരുന്നത്? ഐ ഡോണ്ട് നോ, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. സെക്രട്ടറി, ഞാനിപ്പോ വന്നേക്കാം. ഞാനൊന്ന് ആശുപത്രി പൊക്കോട്ടോ. നാളെ പോവാടോ. പ്ലീസ് പോടോ. നീയും പൊക്കോ. ആർഷസ് ഒക്കെ മാറിയോ? ഇറങ്ങിപ്പോടാ. ക്യാൻസർ ആയിട്ട് മാറുമല്ലോ. ശവം. ഇങ്ങനെ ഒരു കരിമന്തി. മിസ്റ്റർ സുധാകരനെ ഞാൻ വിളിപ്പിച്ചത് കേസ് വാദിക്കാനല്ല, ഒരു സംശയം തീർക്കാനാ. എന്താ സംശയം? ആ ചന്ദ്രൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയത് ഒരുപക്ഷെ കൊല നടത്തിയതിന് ശേഷമാണോ എന്ന് ആർക്കറിയാം? ഒരിക്കലുമല്ല. സംഭവം നടക്കുന്നതിന് മുൻപ് തന്നെ
ചന്ദ്രൻ എന്റെ വീട്ടിലെത്തിയെന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. നിങ്ങളുടെ ഭാര്യ പറഞ്ഞ തെളിവുകളല്ലേ? അതെ. ആ ഭാര്യ മുമ്പ് ചന്ദ്രന്റെ കയ്യിലായിരുന്നു എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? അമ്മി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ അവനെ നിരപരാധിയാക്കാൻ പാടുപെടുന്നത് എന്തിനാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടോ? ഏത് പെണ്ണിനും ആദ്യം ബന്ധപ്പെടുന്ന പുരുഷനോട് അല്പം താല്പര്യം കൂടും. സുധാകരൻ വിഷമിക്കണ്ട, ഞങ്ങൾ ഇത് ആരോടും പറയില്ല. ഈ ഫോട്ടോ നിങ്ങൾ തന്നെ വെച്ചോ. അവളുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ കേസ് വാദിക്കലും തീരുമാനിച്ചുകൊണ്ടാണ് ഈ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഇല്ല സാർ, നിങ്ങളുടെ കേസ് ഞാൻ തന്നെ വാദിക്കും. താങ്ക് യു വെരി മച്ച്. ഹലോ, മിസ്റ്റർ സുധാകരനല്ലേ? യെസ്, സുധാകരൻ സ്പീക്കിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ അഡ്വക്കേറ്റ് ബാലേന്ദ്രൻ. പിന്നെ നിങ്ങളുടെ മിസ്സസ് ഇവിടെ വന്ന് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്ത് കാര്യം? ലോക്കപ്പിൽ കിടക്കുന്ന പ്രതിക്ക് വേണ്ടി ഞാൻ ഹാജരാകണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നാം തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ നിങ്ങളോട് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഹാജരാക്കുള്ളൂ. പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് മിസ്റ്റർ സുധാകരൻ ഒഴിഞ്ഞു മാറിയെന്ന് നിങ്ങളുടെ വൈഫ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കേസ് എടുക്കാമെന്ന് തീരുമാനിച്ചത്. ഞാൻ തന്നെയാ വാദിക്കുന്നത്. അവൾ അവന് വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ പോയിരിക്കുന്നു. സുധേട്ടാ, നീ അവന് വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്യാൻ പോയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? സുധേട്ടൻ കുടിച്ചിട്ടുണ്ടോ? അതേടി, ഞാൻ കുടിച്ചിരിക്കുകയാണ്. ചേട്ടൻ എന്ത് പറ്റി? കൂടുതൽ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. വക്കീലിന്റെ ഭാഷയിലല്ല ഞാൻ ചോദിക്കുന്നത്, ഭാര്യ എന്ന നിലയിലാണ്. ചേട്ടൻ ഏറ്റവും വലിയ നീതിമാൻ എന്നല്ലേ അറിയപ്പെടുന്നത്. 2-3 പ്രാവശ്യം ചേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ ബാലേന്ദ്ര സാറിനെ കാണാൻ പോയത്. നീ എന്തിനാ പോയെന്ന് എനിക്കറിയാവടി. ചന്ദ്രൻ നിരപരാധിയാണെന്നുള്ള കാര്യം സുധേട്ടൻ അറിഞ്ഞൂടെ? നീ പറയുന്ന നിരപരാധിത്വത്തിന്റെ വ്യാഖ്യാനം ഇന്ത്യൻ പീനൽ കോഡ് മുഴുവൻ പഠിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. സുധേട്ടാ, എന്റെ കുഞ്ഞിനെ തൊട്ടുപോലും അമ്മയാണ് ഞാൻ. പ്രസവിച്ചുകൊണ്ട് മാത്രം അമ്മയാവില്ലേ? പ്രസവിച്ചത് ഞാനാണെന്നുള്ള കാര്യമെങ്കിലും സമ്മതിച്ചല്ലോ, അത് മതി. നീ കൂടുതൽ വാത്സല്യമൊന്നും കാണിക്കണ്ട. ഇതിനു മുമ്പ് നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് എങ്ങനെ അറിയാം? ഒരു വക്കീലിന്റെ ഭാര്യയായിട്ട് ഞാൻ ചോദിക്കുകയാണ്, കറൻസി കെട്ടുകളെ കാലുകൊണ്ട് തട്ടിയെറിഞ്ഞിട്ട് സത്യത്തിന് വേണ്ടി കോടതിയിൽ പോകുന്ന ആളല്ലേ എന്റെ സുധേട്ടൻ? ഈ ലോകത്ത് ഞാൻ മാത്രം സാക്ഷിയായിട്ടുള്ള ഈ കേസിൽ നിന്ന് ഒരു ജീവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അതിന്റെ പേരിലാണോ എന്നോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത്? നിന്നെ ഞാൻ വെറുക്കുന്നതിന്റെ കാരണം പറയുന്നതിനേക്കാൾ ഭേദം നിന്റെ മുന്നിൽ വെച്ച് ഈ കുഞ്ഞിനെയും കൊന്ന് ഞാനും മരിക്കുന്നത്. സുധേട്ടാ, അത് കാണണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. സുധേട്ടാ, സുധാകരന്റെ വീട്ടിൽ നടന്ന സംഭവം ശരിക്കും ബാധിക്കുന്നത് എന്റെ പ്രസ്റ്റീജിനെയാണ്. അവൾ നേരെ പോയിരിക്കുന്നത് ചന്ദ്രന്റെ വീട്ടിലേക്കാ. ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാര്യയാണെന്ന വിചാരം പോലും അവൾക്കുണ്ടായില്ലല്ലോ. ആ കൊലപാതകയെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും മറന്നിട്ടല്ലേ അവൾ പോയത്? അവൾ ഇന്നും ചന്ദ്രനെ മറന്നിട്ടില്ല ഡോക്ടർ. അത് മനസ്സിലാക്കിയിട്ടും ഭാര്യ പോയതിന്റെ പേരിൽ സുധാകരൻ ആകെ മൂടൗട്ടല്ലേ? ഈ അവസ്ഥയിൽ നാളെ അയാൾക്ക് എങ്ങനെ കേസ് വാദിക്കാൻ കഴിയും? അവൻ കേസ് വാദിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷെ സുലോചന ആ ദ്രോഹിക്ക് വേണ്ടി സാക്ഷി പറയാൻ കോടതിയിലെത്തും. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. സാക്ഷി പറയാതിരിക്കാനുള്ള വഴി നമ്മൾ നോക്കിയാ പോരെ. എന്റെ മോള് കരയാതെ. ഈ പാവപ്പെട്ട ഞങ്ങളോട് കാരുണ്യം കാണിച്ചതിനല്ലയോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്? എന്റെ മോക്ക് ദൈവം ഒരു ദോഷവും വരുത്തത്തില്ല. എപ്പോഴും സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാറുള്ള ആളാണ് ചേട്ടൻ. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു മനംമാറ്റം ഉണ്ടാക്കാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. എല്ലാം എന്റെ വിധി. ആദ്യം കേസ് വാദിക്കില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിന് തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് ചേച്ചി ചോദിച്ചോ? ഒന്നും ചോദിക്കാനോ പറയാനോ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ചേട്ടൻ. മോളെവിടെ?
മോളെ ചേട്ടൻ കൊണ്ടുപോയി ബോർഡിങ്ങിലാക്കി. ഓ, എന്നോടുള്ള വിരോധം അവിടെ വരെയായോ? ഞാൻ അവളെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി ചെന്നതാണ്. പക്ഷെ കുഞ്ഞിനെ കാണാൻ പോലും ആരെ അനുവദിക്കരുതെന്നാണ് ചേട്ടൻ അവിടെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. എന്റെ കുഞ്ഞിനെ കാണാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. അവളെ ബോർഡിങ്ങിൽ ഏൽപ്പിക്കുന്നത് ഞാൻ മരിച്ചിട്ട് മതി. അവളെ കൊണ്ടുവരാൻ രാജീവിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി കൊണ്ടുവരും. അയ്യോ, അല്ലേ തമ്പി സാറിങ്ങി പിന്നല്ലാതെ കോടതി കൂടാൻ സമയമായില്ലേ? വക്കീലത് മോളി റെഡി ആയിക്കൊണ്ടിരിക്കുക. സുധാകരനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളാം. താൻ ആ സാക്ഷികളെ ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ നിന്ന് താളം ചവിട്ടിയാൽ മതിയോ? താളം ചവിട്ടി ചവിട്ടി എല്ലാം കൂടെ അവതാളത്തിലാവുന്ന ലക്ഷണമാ. താനെന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, സാധാരണ കേസ് നടക്കുന്നതിനിടയില വാദിയുടെയോ പ്രതിയുടെയോ ഒക്കെ കുടുംബം തകരാറിലാവുന്നത്. ഇവിടെ ഇപ്പൊ വാദിക്കുന്ന വക്കീലിന്റെ കുടുംബമാണ് തകരാറിലായത്. ഭാര്യ എന്ന് പറയുന്നവൾ ശരിയല്ലെങ്കിൽ ഏത് ദേവേന്ദ്രനാണെങ്കിലും കുഴയുമിടും. മാത്രമല്ല അരിസസ് ഉണ്ടെങ്കിലും കുഴഞ്ഞു തമ്പി സാറേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ശങ്കരനാര് പോയിക്കുള്ളൂ. ഞാൻ കോടതിയിലോട്ട് പോണ വഴിക്ക് ആശുപത്രി കയറി എന്റെ അരിസസ് ഒന്ന് കാണിക്കും. നാളെ പോവാടോ. നാളെ നാളെ നീളെ നീളെ. മോഹൻദാസിനെ കണ്ടോ? കണ്ടു. നേരെ കോടതിയിലേക്ക് വരാമെന്നാ പറഞ്ഞത്. നമ്മൾ വളരെയധികം ലേറ്റായി. നമുക്കിറങ്ങാം. ഇറങ്ങാം. യെസ്, സുധാകരൻ ഹിയർ. നിന്നെ കാണുന്നില്ലെന്നോ? നിങ്ങൾ അറിയാതെ സുലോചന ഒന്ന് കൊണ്ടുപോയതായിരിക്കും. എന്റെ കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ ഉടനെ വന്നേക്കാം. എന്തൊരു ഗതികേടാണ് ഈ സമയത്ത്. ഇപ്പൊ എന്ത് ചെയ്യാൻ കഴിയും? നമുക്കൊന്ന് അതുവഴി പോവാം. സുധാകരൻ ഒട്ടും വിഷമിക്കണ്ട. കുട്ടിയെ അവൾ തന്നെയായിരിക്കും കൊണ്ടുപോയത്. നിങ്ങളുടെ സമനില തെറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത ചതിയ. ഈ കേസിൽ ചന്ദ്രനെ രക്ഷിക്കാൻ വേണ്ടി അവൾ എന്തു ചെയ്യും? നമുക്ക് കോടതിക്കാര്യം കഴിഞ്ഞു വന്നാൽ ഉടനെ കുട്ടിയെ കണ്ടുപിടിക്കാം. വരൂ. ജയിലിനകത്ത് പോലും നിങ്ങൾ ഏറ്റവും വലിയ നിഷേധിയും ധിക്കാരിയുമാണെന്ന് പരാതികൾ ഉണ്ടാക്കിയിട്ടില്ലേ? നീതിക്ക് നിരക്കാത്ത അനുഭവങ്ങൾ ഉണ്ടായാൽ ഞാൻ മാത്രമല്ല, ചിലപ്പോൾ വക്കീൽ സാറും നിഷേധിയായെന്ന് വരും. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നീചമായി മനുഷ്യനെ കൊല്ലുന്നവൻ നീതിയെക്കുറിച്ച് പറയുന്നത് വേശ്യ ചാരിത്രം പ്രസംഗിക്കുന്ന പോലെയാണ്. ക്ഷമിക്കണം സാർ, എല്ലാ വേശ്യകളും ഒരിക്കൽ ചാരിത്രമുള്ളവരായിരുന്നു. സാഹചര്യമാണ് അവരെ വേശ്യകളാക്കിയത്. അതുപോലെ സാഹചര്യം കൊണ്ടാണ് ഞാനും ഈ പ്രതിക്കൂട്ടി കയറി നിൽക്കുന്നത്. ജയിലിലേക്ക് വന്ന് കുറ്റവാളികളെന്ന് മുദ്ര കുത്തപ്പെടുന്ന പലരും കുറ്റവാളികളല്ല. അതുപോലെ പുറത്തു കിടന്ന് വിലസുന്ന പല വമ്പന്മാരും ജയിലിലേക്ക് വരേണ്ട കാലം എന്നേ കടന്നുപോയിരിക്കുന്നു സർ. യുവർ ഓണർ, ബഹുമാനപ്പെട്ട കോടതിന് മുൻപിൽ പോലും ഇത്രയും അഹങ്കാരത്തോടെ സംസാരിക്കുന്ന ഈ പ്രതി ഒരു സാധാരണ കുറ്റവാളിയല്ല. ഉന്നത കുടുംബത്തിൽ ജനിച്ച യോഗ്യനായ ഒരു ചെറുപ്പക്കാരനെ കൊല ചെയ്തിട്ടാണ് ഇയാൾ ആദ്യം ജയിലിൽ പോയത്. പിന്നീട് ജയിൽ ചാടിയത് ആ കുടുംബത്തെ ഒന്നടങ്കം വകവരുത്തണം എന്ന ഹീനമായ ഉദ്ദേശത്തോടെ ആയിരുന്നു എന്നുള്ളതിന് പല തെളിവുകളുമുണ്ട്. അങ്ങനെയാണ് ഇയാൾ വിനോദിനെയും ഭാര്യയെയും അതിക്രൂരമായി വെടിവെച്ച് കൊന്നത് എന്ന സത്യം ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ ഞാൻ വെടിവെച്ച് കൊല്ലുമ്പോൾ സാർ എന്റെ കൂടെ ഉണ്ടായിരുന്നോ? കൊല നടന്നു എന്ന് പറയുന്ന ആ രാത്രിയിൽ പ്രതിയായ ചന്ദ്രൻ ജയിൽ ചാടി എന്നത് സത്യമാണ്. തന്റെ ഒരേ ഒരു സഹോദരിയുടെ വിവാഹം മുടക്കാനും ജീവിതം തകർക്കാനും ആര് കാരണക്കാരായാലും അവരോട് പകരം വീട്ടുമെന്ന് പറഞ്ഞത് പൗരുഷമുള്ള ഒരു സഹോദരന്റെ ഹൃദയവേദന കൊണ്ട് മാത്രമാണ് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുവർ ഓണർ, പ്രതിക്ക് വേണ്ടി വാദിക്കുന്ന എന്റെ മാന്യ സ്നേഹിതൻ ഈ കേസിൽ ധാർമ്മികതയെക്കുറിച്ച് പറയുന്നത് ഏറ്റവും വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രതിയോടൊന്ന് ചൊരേ സെല്ലിൽ കഴിഞ്ഞിരുന്ന കൂട്ടുപുള്ളിയുടെ മൊഴിപ്പകർപ്പാണിത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എത്ര കണക്കുകൂട്ടിയാണ് പ്രതി ജയിൽ ചാടിയിട്ടുള്ളതെന്ന് വ്യക്തമാവും. ഐ ഒബ്ജക്ട് യുവർ ഓണർ. ഓവർ ബ്രിഡ്ജിനടുത്ത് സംഭവം നടക്കുമ്പോൾ പ്രതി എന്റെ ബഹുമാന്യ സ്നേഹിതനായ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വീട്ടിലായിരുന്നു എന്നതാണ് സത്യം. അത് നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യുവർ ഓണർ, ഈ നിൽക്കുന്ന പ്രതിയെ
എന്റെ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. കണ്ടെന്ന് പറയുന്നത് കുറ്റവാളിയെ മനഃപൂർവ്വം രക്ഷിക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ ചേർന്ന് കെട്ടിച്ചമച്ച കള്ളക്കഥയാണെന്നാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. യുവർ ഓണർ, ഈ കൊലപാതകവുമായി പ്രതിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു സാക്ഷിയെ കോടതി മുമ്പ് ഹാജരാക്കാൻ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സാക്ഷിയെ ഹാജരാക്കാൻ പറയൂ. ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിച്ചുകൊള്ളാം. ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിച്ചുകൊള്ളാം. പേര്? സുലോചന. ഈ പ്രതി നിങ്ങളുടെ ആരാണ്? എനിക്ക് ഒരു സഹോദരനെ പോലെയാണ്. പോലെ എന്ന് പറഞ്ഞാൽ? കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞാൽ എന്താ അനുഭവം എന്നറിയാമോ? യുവർ ഓണർ, എന്റെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി തെളിവുകൾ നശിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യെസ്, യു പ്രൊസീഡ്. വിനോദും ഭാര്യയും കൊലയപ്പെട്ട ദിവസം രാത്രിയിൽ ഈ മനുഷ്യൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നോ? വന്നിരുന്നോന്നാ ചോദിച്ചത്. യുവർ ഓണർ, എന്റെ മാന്യ സ്നേഹിതൻ തയ്യാറെടുപ്പിച്ചു കൊണ്ടുവന്ന സാക്ഷിയുടെ തനിനിറം ഇപ്പോഴെങ്കിലും ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പവിത്രമായ നീതിപീഠത്തിന് മുൻപിൽ കപടനാടകം നടത്തിയവർക്ക് മാപ്പ് കൊടുക്കരുതെന്നും ഈ കുറ്റവാളിക്ക് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണമെന്നും ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. ഈ കേസിലെ പ്രതി ചെയ്തിരിക്കുന്ന കുറ്റകൃത്യങ്ങളും കിട്ടിയിരിക്കുന്ന തെളിവുകളും അനുസരിച്ച് നിയമപരമായി പ്രതി യാതൊരു ദൈവം അറിയിക്കുന്നില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. പ്രതിയെ റിമാൻഡിൽ വെച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നു. ഈ കേസ് അടുത്ത മാസം 7-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അമ്മ വിഷമിക്കാതെ. ചന്ദ്രേട്ടനെ ശിക്ഷിക്കാതിരിക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് നോക്കാം. പിന്നെന്തെങ്കിലും സംഭവിച്ചാൽ അത് വിധിയെന്നോർത്ത് സഹിക്കാം. അല്ലാതെ എന്താ ചെയ്യാ? എനിക്ക് ആ കുഞ്ഞെന്ന് പറയാൻ അവനൊരുത്തനേ ഉള്ളൂ. ആര് പറഞ്ഞു? രാജീവിനെ അമ്മയ്ക്ക് കിട്ടിയില്ലേ? എന്തു വന്നാലും ഈ വിവാഹം നടക്കും. ഞാനത് നടത്തും. ചേച്ചിയെങ്കിലും ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ. ചേട്ടന്റെയും കൂടി അനുവാദത്തോടുകൂടി നടത്തണമെന്ന് വിചാരിച്ച ഇത്രയും കാത്തത്. പക്ഷെ ചേച്ചിയോടും കുഞ്ഞിനോടും ഇത്രയും ക്രൂരത കാണിച്ച മനുഷ്യനിൽ നിന്നും ഇനി ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. ശങ്കരേട്ടനോ? ഞാൻ ആത്മഹത്യ ചെയ്തോന്ന് അറിയാൻ അയച്ചതായിരിക്കും. അല്ല കുഞ്ഞെ, അതിലും ഗതികെട്ട ഒരു കാര്യത്തിനാ എന്നെ അയച്ചത്. ഇതിലൊന്ന് ഒപ്പിടണം. വിവാഹമോചനത്തിനുള്ള കടലാസാണ്. ഞാൻ കരഞ്ഞു പറഞ്ഞു വേണ്ടെന്ന്. ഒന്നും തലയിൽ കയറുന്നില്ല. ചെകുത്താന്റെ മനസ്സാ. ചേച്ചി ഒപ്പിടരുത്. ആ ചേട്ടന് ഭ്രാന്താണ്. അത് തരൂ, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വേണ്ട, ഈശ്വര നിശ്ചയം അതാണെങ്കിൽ നടക്കട്ടെ. വാശി ഒരാൾക്ക് മാത്രമല്ല.
മോളെ ഇത് കഴിക്ക്. വേണ്ട. നല്ല മോളല്ലേ? എനിക്ക് വേണ്ട. ഹലോ, ഡേഞ്ചർ സാർ അല്ലേ? അതെ. ഈ കുഞ്ഞൊന്നും കഴിക്കുന്നില്ല. വാട്ട്? ഫോൺ കുട്ടികളെ കൊടുക്കൂ. ശരി. മോളെ, നിന്റെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഇപ്പൊ ഞാനാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കി, അല്ലെങ്കിൽ ചത്തുപോകും. വേണ്ടേ? മോളെ, ഞാൻ ഫ്രീ ആയിട്ട് വിത്തൗട്ട് മണിയിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തു തരാം. മോൾ ഒരു പൈസ പോലും തരണ്ട. ഹലോ. യെസ്, തമ്പി ഹിയർ. എന്റെ പൊന്നു സാറേ, എന്നെ ഈ ദുരിതത്തിൽ നിന്നൊന്ന് മോചിപ്പിക്കാവോ? നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ കുട്ടി നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്നും പറഞ്ഞ് കുട്ടിയുടെ തള്ളയെ വരട്ടി നിങ്ങൾക്ക് അനുകൂലമായ സാക്ഷി പറയിപ്പിച്ചില്ലേ? ചന്ദ്രന്റെ ശിക്ഷ കിട്ടുമെന്നുള്ള ഉറപ്പാ. ഇനിയെങ്കിലും ആ കുട്ടി ഒന്ന് വിട്ടൂടെ എന്റെ സാറേ? തന്നോടൊക്കെ ഡോക്ടർ സംസാരിച്ചാലേ ശരിയാവൂ. തങ്കപ്പൻ, ഡോക്ടർ എന്തൊക്കെയാ അയാൾ പറയുന്നത്? കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടണമെന്ന്. തനിക്ക് ബുദ്ധി ഉണ്ടോ? നോ, ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടെ ഇൻഡീസന്റ് അലവലാതി പണി ഞാൻ ചെയ്യുമായിരുന്നോ? എന്തോ ഈ കുട്ടിയെ ഇതേപടി പുറത്തു വിട്ടാൽ ഇവിടെ നടന്നതെല്ലാം ഈ കുട്ടി പുറത്തു പറയും. പറയട്ടെ, ചുമ്മാ പറയട്ടെ. ഓ, നമ്മളെല്ലാം അകത്താവിടോ. അത് കേളാ, നിങ്ങൾ അകത്താവും, ഞാൻ പുറത്ത് കിടന്ന് വെല്ലസും. അകത്തായാൽ എല്ലാവരും അകത്താവിടോ. കുട്ടി രഹസ്യം പുറത്തു പറയാതിരിക്കാൻ ഒരു മെഡിക്കൽ പണിയുണ്ട്. എന്തോന്ന് മെഡിക്കൽ പണിയോ? കുട്ടി ഇനി സംസാരിക്കരുത്. അതിന് നാക്ക് മുറിക്കണ്ടേ? നാക്കൊന്നും മുറിക്കണ്ട. ഒരു പൗഡർ ഞാൻ തരാം. ആ പൗഡർ പാലിൽ കലക്കി കൊടുത്താൽ മതി. പിന്നെ കുട്ടി ജീവിതത്തിൽ സംസാരിക്കില്ല. ശരി, ആ ഡേഞ്ചർ പണി ഞാൻ തന്നെ ചെയ്യാം. നാളെ ആ പൗഡർ ഞാൻ പാലിൽ കലക്കി കുട്ടി കൊടുക്കാം. ഓക്കെ. ഇത് കുട്ടിക്ക് കൊണ്ടുപോയി കൊടുക്കൂ. കുടിക്കുമോളെ? എനിക്ക് വേണ്ട. ഹലോ, ഫോൺ കുട്ടിയുടെ കൈ കൊടുക്കൂ. കുട്ടിയുടെ കൈ കൊടുക്കാൻ. മോളെ, പാല് കുടിക്കേ. പാല് കുടിച്ചാൽ ഉടനെ ഡേഞ്ചർ എങ്കിൽ മോളെ മോളുടെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. കുടിക്കാം. അങ്ങനെ മിടുക്കി. Ah!
ശങ്കരനാരെ, സുലോചന എന്നെ കരുതിക്കൂട്ടി വഞ്ചിച്ചു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്തിൽ വെച്ച് ഞാൻ എല്ലാ ബന്ധവും അവസാനിപ്പിച്ചത്. എന്നാലും കുറെ കടന്ന കൈയായിപ്പോയി. ഒന്നുകൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സത്യത്തിന് എന്ത് വില? സത്യം ഇന്നും എന്നും കുരിശി തന്നെ. മോളെ 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 ആരാ കൊണ്ടുവിട്ടത്? ശങ്കരനാരെ, കുഞ്ഞിന് സംസാരിക്കാൻ കഴിയുന്നില്ല. മോളെ മിനിമോളെ, മോളെ മിനിമോളെ, മോളെ വേഗം ഡോക്ടർക്ക് ഫോൺ ചെയ്യൂ. വാ മോളെ. കുട്ടി വല്ലാതെ ഭയപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തണ്ട. എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. ശരി ഡോക്ടർ. ശങ്കരനാരെ, ഡോക്ടറെ വിട്ടിട്ട് വരൂ. ശരി സാർ. മോളെ, മിനിമോളെ, നീ എന്തിനോട് വന്നു? ഞാനിപ്പോ വന്നത് നിങ്ങളുടെ ഭാര്യയായിട്ടോ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ടോ അല്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കൊന്നറിയണം. കോടതിയിൽ വെച്ച് ചന്ദ്രൻ എനിക്ക് സഹോദരനെ പോലെയാണെന്ന് പറഞ്ഞപ്പോ, പോലെയെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടറാണ് നിങ്ങൾ. ഒരാളെ സഹോദരനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകാത്ത നിങ്ങൾ സ്വന്തം സഹോദരിയെ കണ്ടാൽ പോലും മറ്റു വഴിയെ ചിന്തിക്കുന്നവനായിരിക്കും. സുലോചന, ഞാനിപ്പോ ഇവിടെ വന്നത് ഒരു സത്യം നിങ്ങളെ അറിയിക്കാനാണ്. എനിക്കൊന്നും അറിയണ്ട. അറിയണം, അറിഞ്ഞേ പറ്റൂ. നാളെ കേസിന്റെ വിചാരണയല്ലേ? എന്റെ കെട്ടുതാലി പൊട്ടിച്ചെറിഞ്ഞിട്ടല്ലേ നാളെ നിങ്ങൾ ചന്ദ്രനെതിരെ വാദിക്കാൻ പോകുന്നത്? സ്വർണം ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലിയായി മാറുമ്പോൾ അതിന്റെ വില നിശ്ചയിക്കാൻ ഈശ്വരന് പോലും കഴിയില്ല. മനസ്സെരിഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം പബ്ലിക് പ്രോസിക്യൂട്ടറായി നിങ്ങൾ നാളെ കോടതിയിലേക്ക് പോകാൻ. ചന്ദ്രൻ എന്റെ കൂടെപ്പിറപ്പാണ്. കൂടെപ്പിറപ്പോ? ഇതാണോ ഈ കൂടെ പിറന്നവൻ? അർദ്ധരാത്രിയിൽ കാണാൻ വന്നവൻ? ഇതായിരുന്നു കാര്യം. ഈ ഫോട്ടോ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ദൈവമായി കൊണ്ടു നടക്കുന്ന ശ്രീധരൻ തമ്പിയുടെ ഫാക്ടറിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹേയ് മിസ്റ്റർ, എന്റെ അച്ഛനും ഞാൻ ഈ ഫാക്ടറി നടത്തുന്നത് നിങ്ങളുടെ എല്ലാം കുടുംബം പോറ്റാനാണ്. അത് ഞങ്ങളാരും മറന്നിട്ടില്ല സാർ. അതുകൊണ്ടാണോ ബ്ലാക്ക് മണി കൊണ്ടാണ് ഞങ്ങൾ ഈ ഫാക്ടറി നടത്തുന്നതെന്ന് ഇവിടെ പബ്ലിസിറ്റി ഉണ്ടാക്കിയത്? അതിനൊക്കെ കാരണം ചന്ദ്രനാണ് സാർ. ചന്ദ്രൻ? ആ റാസ്കൽ എന്റെ ഒരു നോട്ടപ്പുള്ളിയാണ്. അയ്യോ, അവൻ യൂണിയൻ സെക്രട്ടറിയാണ് സാർ. അവന്റെ യൂണിയനും മീറ്റിംഗും ഒക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അവസരം നോക്കിയിരിക്കുന്നത്. ആ തെണ്ടയോടൊന്ന് വരാൻ പറ. ശരി സാർ. ഗുഡ് മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ് മാഡം. എന്ത് ചെയ്യാം, എന്നേക്കാൾ ബിസിയാണ് എന്റെ പി എ. മുതലാളി ദിവസവും പ്രസന്റ്, മാസത്തിലൊരിക്കൽ. ക്ഷമിക്കണം സർ, അമ്മയെ വെല്ലൂരിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരാൻ കഴിയാത്തത്. അയ്യേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. സുലോചന ഒരു തെറ്റ് ചെയ്താൽ എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ? അല്ല, പറ്റുമോ? ആ, അമ്മയ്ക്കിപ്പോ വിശേഷമൊന്നുമില്ലല്ലോ. എന്തിനാ എന്നെ വിളിപ്പിച്ച്? നിന്റെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ് ആണല്ലോ വന്നിരിക്കുന്നത്. എന്തോന്ന് കംപ്ലൈന്റ്? നീ എന്താ പേടിപ്പിക്കുക? ഞാൻ പേടിപ്പിച്ചില്ലല്ലോ. മുതലാളി എന്തിനാ പേടിക്കാൻ പോയത്? നീ എത്ര മണിക്കാണ് ജോലി കയറിയത്? 11:15. 9 മണിയാണ് ഇവിടെ ഡ്യൂട്ടി ടൈം. അറിയാം, ബസ് ബ്രേക്ക് ഡൗൺ ആയി. നോ എക്സ്ക്യൂസ്. ഇവിടെ ഏവനായാലും സൈറൻ മുടങ്ങുമ്പോ ജോലി കയറണമെന്നറിയില്ലേ? എനിക്കതറിയാം, പക്ഷേ ബ്രേക്ക് ഡൗൺ ആയ ബസ്സിനത് അറിയില്ലല്ലോ. 10-12 മൈൽ അകലെയാണോ സാറേ ഞാൻ വരുന്നത്? നീ ഒരുമാതിരി വൃത്തിയോടെ സംസാരിക്കരുത്. നിനക്ക് ഇന്നു മുതൽ ഇവിടെ ജോലിയില്ല. അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണോ ഞാനും ഈ ഫാക്ടറിയും തമ്മിലുള്ള ബന്ധം? അല്ല, ആണോ? എന്താ, ഫാക്ടറിന്റെ തറവാട്ട് പോയാണോ? അല്ല, ഞാനും നിങ്ങളും തമ്മിൽ സംസാരിച്ച് ശരിയാവില്ല. നീ വലിയ നേതാവാണെന്നുള്ള ഒരു ഭാവം ഉണ്ടല്ലോ, അത് മനസ്സിൽ വെച്ചാൽ മതി. ഇവിടെ ശമ്പളം വേണമെങ്കിൽ കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാവണം. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഓ, ശ്രമിക്കാം. അവനൊരു നേതാവ്, അഹങ്കാരി. ആ, അച്ഛനിപ്പോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അച്ഛനല്ല, അമ്മയ്ക്ക്. ആ, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സുഖമുണ്ട്.
ഹലോ. ഞാൻ പോട്ടെ അമ്മേ. ഇനിയും താമസിച്ചാൽ അവസാനത്തെ ബസ്സൂടെ പോവും. പിന്നെ ആ കൊഴി. അല്ല ചന്ദ്രേട്ടാ, ഒരു സ്കൂട്ടർ വാങ്ങിച്ചൂടെ? സമയത്തിന് ഫാക്ടറിയിലും വരാലോ. അതുകൊള്ള. എങ്ങനെ വാങ്ങിക്കാനാ സുലജനെ? കിട്ടുന്ന ശമ്പളം കൊണ്ട് അനിയത്തെ പഠിപ്പിക്കണം, വീടുണ്ടാക്കിയതിന്റെ കടം വീട്ടണം. അതെല്ലാം ഓർത്തിട്ടാ ഇതൊക്കെ സഹിച്ച് ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഞാൻ ഒരു വീടെടുത്ത് അമ്മ അനിയത്തെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് കൊണ്ടുവന്ന് അനിയത്തിന്റെ പഠിത്തം മുടങ്ങും. എനിക്ക് മാത്രം താമസിക്കാൻ ഒരു സൗകര്യം കിട്ടിയിരുന്നെങ്കിൽ അവധി ദിവസങ്ങളിൽ മാത്രം വീട്ടിൽ പോയാൽ മതിയായിരുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാനും മോളും മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ചന്ദ്രന് വിരോധം ഇല്ലെങ്കിൽ ഞാനൊരു മുറി ഒഴിച്ചു തരാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ചന്ദ്രനും നീയും തമ്മിൽ സ്നേഹമായിരുന്നോ? എനിക്കറിയില്ല, പക്ഷേ ചന്ദ്രേട്ടന് എനിക്കിഷ്ടമായിരുന്നു. ഒരിക്കൽ പോലും അദ്ദേഹം മറ്റൊരർത്ഥത്തിൽ എന്നെ നോക്കുക പോലും ചെയ്തിട്ടില്ല. അന്ന് ചന്ദ്രേട്ടൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ കൂടെ ഇറങ്ങി ചെല്ലുമായിരുന്നു. പക്ഷേ ആ മനസ്സിൽ എനിക്ക് ഒരു സഹോദരിയുടെ സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിന് ശേഷം മനസ്സുകൊണ്ട് പോലും ഞാൻ നിങ്ങളെ വഞ്ചിച്ചിട്ടില്ല. ഡേഞ്ചർ തങ്കപ്പൻ ചന്ദ്രേട്ടന്റെ കൂട്ടുകാരനായിരുന്നു. എന്നെയും ചന്ദ്രേട്ടനെയും തനിച്ചു തനിച്ചു നിർത്തി അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തു. അതൊരു ട്രിക്ക് ഫോട്ടോ ആണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ആ ട്രിക്ക് ഫോട്ടോ കണ്ട ചന്ദ്രേട്ടൻ തങ്കപ്പന്റെ കരണത്തടിച്ചു. തങ്കപ്പനെടുത്ത ആ ട്രിക്ക് ഫോട്ടോ വച്ചാണ് തമ്പി ഇത്രയും കാലം നിങ്ങളെ വഞ്ചിച്ചത്, ഇന്നും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. തമ്പിയെപ്പോലെ തന്നെ വഞ്ചകനായിരുന്നു മകനും. അല്ലെങ്കിലും കള്ളന്മാർക്കാണ് ബുദ്ധി കൂടുതൽ. ഒരു ദിവസം വൈകുന്നേരം കുറെ ലെറ്ററുകൾ ടൈപ്പ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അയാൾ എന്നെ തടഞ്ഞു നിർത്തി. അല്ല ചന്ദ്രനോ, നാട്ടിൽ അമ്മയ്ക്കും പെങ്ങൾക്കും സുഖമാണോ മോനെ? അതെ അമ്മേ. സുലോചന ഫാക്ടറിന്ന് ഇതുവരെ വന്നില്ല മോനെ. സമയം ഒരുപാടായി. സർ, എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. നേരെ ഒരുപാടായി. ഞാൻ പോട്ടെ സർ. പിന്നെ ചന്ദ്രനിപ്പോ സുലോചനയുടെ കൂടെയാണ് താമസം അല്ലേ? എന്റെ കൂടെ അല്ല, എന്റെ വീട്ടിൽ. അതെ അതെ, മനസ്സിലായി. എനിക്ക് പരാതി ഒന്നുമില്ല. നല്ല പ്രായമല്ലേ, ഒരു ആൺതുണ എപ്പോഴും നല്ലതാണ്. ഒരഭ്യർത്ഥനയുണ്ട്. മുതലാളി എന്ന നിലയ്ക്കല്ല, വെറും സ്നേഹത്തിന്റെ പേരിൽ എനിക്ക് സുലോചനയുടെ കൂടെ സുലോചനയുടെ മുറിയിൽ ഒറ്റ രാത്രി മതി. നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ പോയിക്കോളാം. ഇരു ചെവി അറിയില്ല. പ്ലീസ്, ഇല്ലാന്ന് മാത്രം പറയരുത്. വെച്ച് ഞാനും നീ മാത്രമേ ഉള്ളൂ. ബലപ്രയോഗം എനിക്കിഷ്ടമല്ല. മേലു നോവും, സാരി കീറും, നാട്ടുകാരറി. നിന്റെ കാലിബറുള്ള ചരക്കിന് ഞാനൊരു റേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ തരാം. വെറുതെ പതിവ്രത ചമഞ്ഞ് റേറ്റ് കൂട്ടാൻ നോക്കണ്ട.
രക്ഷിക്കാൻ വേണ്ടിയാണ് ആ നല്ല മനുഷ്യനൊരു കൊലപാതകയായത്. അന്ന് ഞാൻ ജയിലിൽ പോവേണ്ടതിന് പകരമാണ് ചന്ദ്രേട്ടൻ പോയത്. നിരപരാധിയായ ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇന്ന് എന്റെ ജീവിതം വരെ വലിച്ചെറിയാൻ ഞാൻ തയ്യാറായത് അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ പോയി കേസ് വാദിച്ചോളൂ. അവസാനമായി നിങ്ങൾ ഒന്നുകൂടി അറിഞ്ഞിരിക്കണം, അന്ന് ഞാൻ കോടതിയിൽ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞത് എന്റെ കുഞ്ഞിന്റെ ജീവൻ തമ്പിയുടെ കയ്യിലായിരുന്നതുകൊണ്ടാണ്. തമ്പിയുടെ കയ്യിലോ? അതെ. ഇനിയും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. എന്റെ കുഞ്ഞിനെയെങ്കിലും അനാഥയാക്കാതെ നോക്കിയാൽ മതി. ഞാൻ പോകുന്നു. സുലോചനെ നിൽക്കൂ, സുലോചനെ നിൽക്ക. മോളെ, മോക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? അമ്മയെ കാണിച്ചു തരാം. അതിനു മുമ്പ് അച്ഛന് ചില കാര്യങ്ങൾ അറിയണം. മോളെ കടത്തിക്കൊണ്ടുപോയത് തമ്പി എങ്കിലാണോ? അതെ അച്ഛാ, എന്നെ കൊണ്ടുപോയി പൂട്ടിയിട്ടു. എന്നിട്ട് എനിക്ക് പാലിൽ വിഷം ചേർത്ത് തരായി ആ ഫോട്ടോ അങ്കിളിനോട് പറഞ്ഞു. ആ നല്ല അങ്കിള് വിഷം ചേർക്കാതെ എനിക്ക് പാല് തന്നത്. തങ്കപ്പനോ? അതെ അച്ഛാ, ഒടുവില് വിഷം കുടിച്ച പോലെ ആ ഓ എന്നൊക്കെ കാണിക്കണമെന്ന് ആ അങ്കിളാ പറഞ്ഞു തന്നത്. മോളെ, അല്ലെങ്കിൽ എന്നെയും ആ അങ്കിളിനെയും കൊന്നുകളയുമെന്ന് ആ ഡോക്ടർ അങ്കിൾ പറഞ്ഞു. മനസ്സിലായില്ലല്ലോ. എനിക്ക് മനസ്സിലായി. ടി വിയിൽ എത്രയോ പ്രാവശ്യം ഈ മൊട്ടത്തല ഞാൻ കണ്ടിട്ടുള്ളതാ. അല്ല, എന്തിനാ ഭ്രാന്താശുപത്രിയും ചാടി പോകുന്നത്? ഈ പുറത്ത് കഴിയുന്നതിനേക്കാളും എത്രയോ സുഖമായിരുന്നു അകത്ത് കഴിയുന്നത്. അതിനെനിക്ക് ഭ്രാന്തല്ലോ. എല്ലാ ഭ്രാന്തന്മാരും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഐ എം സോറി, എനിക്കെന്റെ ജോലി ചെയ്തേ പറ്റൂ. മിസ്റ്റർ ദിവാരൻ, നമ്മൾ അന്വേഷിച്ച പ്രതിയെ കിട്ടിയിട്ടില്ല, പകരം വേറൊരുത്തരെ കിട്ടിയിട്ടുണ്ട്. വരൂ. ഈ രാജപ്പൻ ആശാരിക്ക് ഡ്യൂട്ടി ഓൾവേസ് ഫസ്റ്റ് ആണ്. കൊണ്ടുപോ. നൂത്തുകളെ തങ്കപ്പ, നമ്മൾ ഒരേ കപ്പലിലെ യാത്രക്കാരാണ്. എന്നെ തോൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. ഡോക്ടർ സാർ, എന്നെയും തോൽപ്പിക്കണ്ട. ആ ഹാർബറിന്റെയും മിലിറ്ററി ക്യാമ്പിന്റെയും ഫോട്ടോയും രഹസ്യരേഖകളും നമ്മുടെ ഏജൻസിയെ ഇന്ന് തന്നെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ അവന്മാർ എന്നെ വെടിവെച്ച് കൊല്ലും. കൊല്ലട്ടെ. സമയം കിട്ടുമെങ്കിൽ നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഡേഞ്ചർ ഫോട്ടോ ഞാൻ എടുക്കാം. എന്നിട്ട് പാഴ്സൽ ചെയ്ത് സ്വർഗത്തിലോട്ട് അയച്ചു തരാം, നരകത്തിലേക്ക് അയച്ചു തരാം. നിങ്ങൾ അവിടെയല്ലേ കാണൂ. നീ തമാശ കളഞ്ഞിട്ട് ആ ഫോട്ടോകൾ താ തങ്കപ്പ. ഫോട്ടോകൾ തരണമെങ്കിൽ എനിക്ക് ഉടനെ 2 ലക്ഷം രൂപ തരണം. 2 ലക്ഷോ? യെസ്, ഓൺലി 2 lakhs. എന്താ 10 കിട്ടുമ്പോ 2 എനിക്ക് തന്നൂടെ? ഞാനാ നാഭിക്ക് തൊഴിയും കൊണ്ട് നാടിനെ ദ്രോഹിക്കുന്ന ഫോട്ടോ എടുക്കുന്നത്. ശരി, നിനക്ക് ഞാൻ 2 ലക്ഷം രൂപയുടെ ചെക്ക് തരാം. വണ്ടി ചെക്കോ? ആർക്ക് വേണം നിങ്ങളെ ചെക്ക്? ചെക്ക് വേണ്ട, ഓൺലി ക്യാഷ് 2 lakhs. ശരി, സമ്മതിച്ചു. അങ്ങനെ വഴിക്ക് വാ സാറേ. ഇപ്പൊ സമയത്രയായി? വാട്ട്സ് ദ ടൈം നൗ? കൃത്യം 4 മണി. എന്താ? 4 മണിയായോ? ഉവ്വടോ. 4 മണിയായെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്ക്. എങ്ങോട്ടോടോ? പിന്നിലേക്കിടോ. ശരി. അവിടെ പോലീസുകാരും അഡ്വക്കേറ്റ് സുധാകരൻ സാറും ഇല്ലേ? എല്ലാവരുണ്ട്. ആ, നിങ്ങളെ പിടിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും DSP മോഹൻദാസിനെ അറിയിച്ച് നിങ്ങൾക്ക് പാര വെച്ചത് മറ്റാരുമല്ല, ഈ പാര തങ്കപ്പം തന്നെയാ. പട്ടി നിന്റെ തന്ത. ഞാൻ നിങ്ങളെ ജയിലിൽ വന്ന് കണ്ടോളാം. അവിടെ വെച്ച് നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഫോട്ടോ ഈ ഡേഞ്ചർ തങ്കപ്പൻ എടുക്കും. ഓക്കേ?
ബൈ ബൈ. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തായത്? ബംഗ്ലാവിന്റെ കാപ്പല്ലേ? ഡോണ്ട് ട്രൈ ടു പ്ലേ സ്മാർട്ട്. ദിവാരൻ, ഇയാളെ ജീപ്പിലേക്ക് കയറ്റും. എല്ലാരും കൂടി പെരുമാറും. മോഹൻദാസിന് വിവരം അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കുന്നവരെ ഈ അറസ്റ്റ് രഹസ്യമായിരിക്കട്ടെ. ഷുവർ. യുവർ ഓണർ, നീതിബോധമുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായതിന്റെ പേരിലാണ് ഞാൻ എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനം രാജിവെച്ച് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെ നിന്ന് ഹാജരായിരിക്കുന്നത്. വ്യക്തിപരമായി കുറ്റം ചെയ്തൊരു പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഹാജരാക്കിയിട്ടുള്ള സാക്ഷികൾ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കുന്നവരാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ട്. ആ സത്യത്തിന്റെ പേരിലാണ് അതേ സാക്ഷികളെ പുനർവിചാരണ ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നത്. സാക്ഷിയെ ഹാജരാക്കൂ. ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിച്ചുകൊള്ളാം. ദൈവം സാക്ഷിയായി സത്യം ബോധിപ്പിച്ചുകൊള്ളാം. വിനോദ് രേണുക കൊലക്കേസിലെ ഒന്നാം സാക്ഷിയല്ലേ നിങ്ങൾ? അതെ. എന്താണ് ജോലി? ഞാൻ അറിയപ്പെടുന്നൊരു ഡോക്ടറാണ്. ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് നിങ്ങൾ ഡോക്ടർ ബിരുദെടുത്തത്? അതിപ്പോ യുവർ ഓണർ, ഈ സാക്ഷി ഡോക്ടറോ വൈദ്യനോ ഒന്നും അല്ലെന്നാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. ഡോക്ടർ എന്ന കപടവേഷം ധരിച്ചുകൊണ്ട് ഒട്ടേറെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥലത്തെ ഒരു വലിയ പ്രമാണിയുടെ വലം കൈയാണ് ഇയാൾ. അത് വിരോധികൾ പറഞ്ഞു പരത്തുന്നതാണ്. സമ്മതിച്ചു. ചന്ദ്രൻ വിനോദിനെയും രേണുവിനെയും വെടിവെച്ച് വീഴ്ത്തുന്നത് നിങ്ങൾ നേരിൽ കണ്ടുവെന്നല്ലേ മുൻപ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്? അതെ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ചന്ദ്രന്റെ കയ്യിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത പിസ്റ്റളാണിത്. ഈ ബുള്ളറ്റുകൾ പോസ്റ്റ്മോർട്ടത്തിൽ കിട്ടിയതാണ്. കൊല ചെയ്യാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ചന്ദ്രന്റെ പിസ്റ്റളിൽ ഈ ബുള്ളറ്റുകൾ ചേരുന്നില്ല. എന്താണെന്നറിയാവോ? എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ കൊല ചെയ്യാൻ ഉപയോഗിച്ച റിവോൾവർ ഇതാണ്. ഇന്നലെ ഇത് ഡോക്ടർ എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിൽ നിന്നും പോലീസിന് കിട്ടിയതല്ലേ? യുവർ ഓണർ, വിനോദിന്റെയും രേണുവിന്റെയും കൊലപാതകവുമായി ഐസക് ജോൺ എന്ന് പറയുന്ന ഇയാൾക്ക് ബന്ധമുണ്ടെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. അയ്യോ, ഞാൻ നിരപരാധിയാണ്. ശവശരീരങ്ങളിൽ നിന്നും കണ്ടെടുത്ത ഈ വെടിയുണ്ടകൾ നിങ്ങളുടെ റിവോൾവറിൽ യോജിക്കുന്നിടത്തോളം കാലം നിങ്ങൾ തന്നെയാണ് അവരെ കൊല ചെയ്തത്. യുവർ ഓണർ, കൊലപാതകം ചെയ്തിട്ട് ഇയാൾ തന്നെ കോടതിയിൽ വെച്ച് കള്ളസാക്ഷി പറഞ്ഞ് മറ്റൊരാളെ കൊലപാതകയാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇയാൾക്ക് മരണശിക്ഷ വരെ അർഹിക്കുന്നുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നടന്ന കാര്യം ഞാൻ പറയാമേ. അന്ന് രാത്രി തമ്മിച്ചാറോടെ ആ മുറിയിലുണ്ട്. തമ്പി സാർ ചതിച്ചു. എംബസിയുമായി രഹസ്യബന്ധമുള്ള ചിലരൊക്കെ അറസ്റ്റ് ചെയ്യാൻ മോഹൻദാസ് തീരുമാനിച്ചിട്ടുണ്ട്.
IG ഓഫീസിൽ ഡ്രൈവർ എനിക്ക് രഹസ്യമായ ന്യൂസ് തന്നതാ. ലിസ്റ്റിൽ എന്റെ പേരുണ്ട്. എന്നെ കൊണ്ടുപോയാൽ ആദ്യം അകത്താവുന്നത് നിങ്ങളായിരിക്കും. എല്ലാം തകരുമല്ലോ. ഞാൻ പണം സമ്പാദിച്ചത് മുഴുവൻ ചാരപ്രവൃത്തി നടത്തിയിട്ടാണെന്ന് ലോകം അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? നിങ്ങളുടെ മകന്റെ ഭാര്യയുടെ ആങ്ങളയല്ലേ മോഹൻദാസ്? നിങ്ങൾ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഞാനും നിങ്ങളും രക്ഷപ്പെടും. അവിടെയാണ് ഡോക്ടർ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. ഞാൻ എന്റെ മകനെ കൊണ്ട് ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചത് മോഹൻദാസ് എന്റെ കൂടെ നിൽക്കുമെന്ന് കരുതിയാണ്. പക്ഷേ ഇന്ന് ആദ്യം അവൻ അറസ്റ്റ് ചെയ്യുന്നത് എന്നെ ആയിരിക്കും. എന്നാ നമ്മുടെ അവസാനം ജയിൽ തന്നെ. ഇല്ല, മോഹൻദാസ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിക്കണം. ശവം പോലും വെളിയിൽ കാണരുത്. എന്റെ ചേട്ടനെ കൊല്ലാനുള്ള ആലോചനയാണോ നിങ്ങൾ നടത്തുന്നത്? നിങ്ങളുടെ കള്ളക്കളി മുഴുവൻ ഞാൻ പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ എന്റെ പേര് രേണുക എന്നല്ല. ഹലോ, പോലീസ് സ്റ്റേഷൻ. രേണുക, വേണ്ട. അവിടെ മോഹൻദാസ് ഉണ്ടോ? അച്ഛാ, അച്ഛാ, ആ രാത്രിയിൽ തന്നെ ശവം ഓവർബ്രിഡ്ജിനടുത്ത് കൊണ്ടിട്ടു.
തമ്പി